ഹായ് ഗായ്സ്, എല്ലാവർക്കും സുഖമാണ് വിചാരിക്കുന്നു. നമ്മൾ സി എ ഇന്റർമീഡിയറ്റ് അല്ലെ സി എം എ ഇന്റർമീഡിയറ്റിന്റെ ഭാഗങ്ങളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെ. ഇന്നത്തെ ഭാഗം ശരിക്കും സി എം എക്ക് കുറച്ച് വ്യത്യാസങ്ങളൊക്കെ എത്തിക്സിൽ വരാറുണ്ട്. ഇന്ന് ഓഡിറ്റിങ്ങിന്റെ അകത്ത് എത്തിക്സിന്റെ ചാപ്റ്റർ ഒന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പൊ അതിന് മുമ്പായിട്ട് ജസ്റ്റ് ഒന്ന് നമുക്ക് ഡേ 4ന്റെ പ്ലാനിങ് എന്തൊക്കെ ചെയ്യാം എന്ന് നോക്കാം. നമുക്ക് ഡേ 4 അല്ലെ. ഡേ 4 സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കാം. അപ്പം ഡേ 4ന്റെ അകത്ത് ഡേ 4ന്റെ അകത്ത് നമ്മളെ പ്ലാനിങ് എന്ന് പറയുന്നത് നമുക്ക് ഓഡിറ്റിങ്ങിന് വേണ്ടി എന്ത് ചെയ്യാം, ഒരു 3 മണിക്കൂർ നമ്മൾ ഡെയിലി ഇനിയിപ്പോ അങ്ങോട്ട് ഡെയിലി ഓഡിറ്റിങ്ങിന്റെ ഭാഗം വെച്ചാൽ ബെനിഫിറ്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 31-ാം തീയതി അല്ലെങ്കിൽ ഒരു 2-ാം തീയതി കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓഡിറ്റിംഗ് കംപ്ലീറ്റ് ആക്കാൻ പറ്റും. ഓക്കെ, ഓഡിറ്റിംഗ് എന്ത് ചെയ്യാൻ പറ്റും, കംപ്ലീറ്റ് ഒരു ടൈം നമുക്ക് റിവിഷൻ പോലെ ക്ലാസ് പോലെ കേട്ട് തീർക്കാൻ പറ്റും. ഓക്കെ, ഒരു 3 മണിക്കൂർ 2 മണിക്കൂർ അതിന് കൂടുതൽ നമ്മൾ ഓഡിറ്റിംഗ് പഠിക്കുമ്പോൾ നമുക്ക് ബോർ അടിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പൊ ഒരു അത്ര നേരം അപ്പം നമ്മുടെ വീഡിയോ കാണുന്നവരെ ആ വീഡിയോ കണ്ടതിന് ശേഷം കുറച്ച് നേരം കൊണ്ട് ഇരുന്ന് ഒന്ന് റിവൈസ് പോലെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങൾക്ക് ഒരു ദിവസം 2 റിവിഷൻ കിട്ടും. ഓക്കെ, പിന്നെ കോസ്റ്റിങ്ങിന് നമ്മളൊരു 2 മണിക്കൂർ, എഫ് എമ്മിന് ഒരു മണിക്കൂർ, ഇത്ര ഭാഗം വെച്ച് നമ്മൾ പഠിച്ചാൽ നമുക്ക് ഒരു 5 മണിക്കൂർ പഠിത്തം വരും. ഓക്കെ, നിങ്ങൾക്ക് ഇരുന്ന് പഠിക്കാനുള്ള ടൈം കിട്ടും. അപ്പൊ മൊത്തത്തിൽ നിങ്ങൾക്ക് 5 ആയില്ലേ. പിന്നെ നിങ്ങൾക്ക് ക്ലാസ് കാണുന്നുണ്ട് അല്ലെ, റിവിഷൻ ക്ലാസ്സസ് കാണുന്നുണ്ട്. നിങ്ങൾ ഇനിയിപ്പോ ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ് കാണാൻ പോകണം. നമ്മൾ പോലെ എന്താണ് റിവിഷൻ ക്ലാസ്സസ് പോലെയുള്ള കേട്ടാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾ കേട്ടവരാണ് അല്ലെ. അപ്പൊ നിങ്ങൾക്ക് ജസ്റ്റ് ഐഡിയ പെട്ടെന്ന് കത്തി വന്നോളും. ഓക്കെ, അതുകൊണ്ട് അങ്ങനെ കണ്ടാൽ മതി. ഇനിയിപ്പോ അതിന് വേണ്ടി ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ് വാങ്ങണം എന്നൊന്നുമില്ല കേട്ടോ. പിന്നെ ഓരോരുത്തരുടെ പേഴ്സണൽ ഇഷ്ടമാണ്. ക്ലാസ് വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് വാങ്ങി കേൾക്കാം കേട്ടോ. സി എൻട്രന്റെ ഗ്രൂപ്പ് 2 അപ്പൊ നമുക്ക് അധികം താമസിക്കാൻ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പം നിങ്ങൾ ഇത് മാർക്ക് ചെയ്യണം. നിങ്ങൾക്ക് എത്ര ഇത് കവർ ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഇതിന് കൂടുതൽ കവർ ചെയ്യാൻ പറ്റുമോ, ഇതൊക്കെ എന്ത് ചെയ്യാം, ഒന്ന് നോട്ട് ചെയ്യുക കേട്ടോ. അത് എന്താണ് നിങ്ങളുടെ സ്റ്റഡീസിന് ഹെൽപ്പ് ചെയ്യും. നമുക്ക് 3 മാസമാണുള്ളത്. നമ്മൾ ഒറ്റ ഗ്രൂപ്പാണ് ഫോക്കസ് ചെയ്യുന്നത്, ഗ്രൂപ്പ് 2. ഗ്രൂപ്പ് 1ഉം ഗ്രൂപ്പ് 2 ഫോക്കസ് ചെയ്യുന്നവർക്കാണെങ്കിലും കുറച്ച് ടൈം കുറവായിരിക്കും. അപ്പൊ അതനുസരിച്ച് നിങ്ങൾ പ്ലാൻ ചെയ്തോളൂ. നമ്മുടെ ഡേയ്സിൽ നമ്മൾ എന്താണ് ഗ്രൂപ്പ് 2ന് മാത്രമായിട്ട് പ്ലാൻ ചെയ്യുന്നവർക്ക് വേണ്ടിയാണ് നമ്മൾ ഈ ഒരു സെറ്റ് വീഡിയോ ഇടുന്നത്. അതുകൊണ്ട് തന്നെ എന്തുകൊണ്ടില്ല, മറ്റേ ഗ്രൂപ്പ് 1ന്റെ സബ്ജക്റ്റുകൾ ഒന്നും ഇതിന്റെ അകത്ത് സ്റ്റഡി പ്ലാനിന്റെ അകത്തും ഇല്ല. അപ്പൊ ഇത്രയും വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 5 മണിക്കൂർ എക്സ്ട്രാ എന്ത് ചെയ്യാം, ഗ്രൂപ്പ് 1 കൂടി ഉള്ളവരാണെങ്കിൽ അതും കൂടി എടുക്കുക കേട്ടോ. അപ്പൊ ഒരു ദിവസം 10 മണിക്കൂർ പഠിത്തം. ആ രീതി നമ്മളിപ്പോ തുടങ്ങിയ 2 മണിക്കൂർ 4 മണിക്കൂർ പഠിത്തമൊക്കെ വെച്ചാണ്. പക്ഷെ ഇപ്പൊ 5 മണിക്കൂറിലേക്ക് എത്തി. നമ്മൾ ഇങ്ങനെ പയ്യെ കൂട്ടിക്കൊണ്ടുവരും. ഇടയ്ക്ക് ഭയങ്കരമായിട്ട് കുറയ്ക്കും. അങ്ങനെയൊക്കെയാണ് നമ്മളെ പ്ലാൻ കേട്ടോ. നോക്കാം. അധികം താമസിക്കല്ല, നമുക്ക് ഓഡിറ്റിങ്ങിന്റെ സെഷനിലേക്ക് എടുക്കാം. നമുക്കറിയാം ഓഡിറ്റിംഗ് ആൻഡ് എത്തിക്സിനാണ് ചാപ്റ്റർ. ഓഡിറ്റ് ആൻഡ് എത്തിക്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അത് നമ്മൾ 11-ാമത്തെ ചാപ്റ്റർ പഠിക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ എത്തിക്സ് പഠിച്ചു കഴിഞ്ഞാൽ എത്തിക്സിന്റെ ഏരിയ കഴിഞ്ഞു. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒന്നുകൂടി നല്ല രീതിയിൽ എത്തിക്സ് കവർ ചെയ്യാൻ പറ്റും. എത്തിക്സിന് മാർക്കുണ്ടല്ലോ അല്ലേ. അപ്പൊ MCQ-നായാലും ഇതിലൊക്കെ മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അതിനു വേണ്ടി നമ്മൾ എത്തിക്സ് ഒന്ന് ആദ്യമേ ആദ്യമേ ഒന്ന് നോക്കിയേക്കാം. ഓക്കെ, റെക്കോർഡിംഗ് ആണ് നോക്കിയതാണ്. ചില സമയത്ത് റെക്കോർഡ് ചെയ്യാൻ മറന്നു പോയിട്ട് നമ്മൾ ക്ലാസ് എടുക്കുമ്പോഴേക്ക് റെക്കോർഡ് ചെയ്തിട്ടില്ല മനസ്സിലാവും. ഓക്കെ, എന്താണ് എത്തിക്സ് ആൻഡ് ടൈപ്സ് ഓഫ് ഓഡിറ്റ് എൻഗേജ്മെന്റ്. ഓഡിറ്റ് എൻഗേജ്മെന്റ് എത്തിക്സും അതിന്റെ കാര്യങ്ങളൊക്കെ ഇതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. നമ്മളെ ഇതിന്റെ ഇച്ചിരി കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് പോർഷൻസ് ഒക്കെ ചാപ്റ്റർ 2ന്റെ അകത്ത് നമുക്ക് പഠിക്കാനുണ്ട് കേട്ടോ. അപ്പൊ ഇതിലെ നമ്മളെ എത്തിക്സ് ഒരു ഓഡിറ്റർ അറിഞ്ഞിരിക്കേണ്ട എന്തൊക്കെ എത്തിക്സ് ആണ് ഫോളോ ചെയ്യേണ്ടത്, നമുക്ക് ഒത്തിരി ഒന്ന് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വേർഡ്സ് നമുക്ക് എഴുതാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് എന്താ ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത്, ഓഡിറ്റ് എത്തിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഓഡിറ്റ് എത്തിക്സിനകത്ത് ജസ്റ്റ് ഇതൊക്കെ നമ്മളെ ചാപ്റ്റർ നമുക്ക് ഇതൊക്കെ കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്ന എന്നൊക്കെയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യമാണ്. ഒരു ഓവർവ്യൂ പോലത്തെ കാര്യങ്ങൾ ജസ്റ്റ്. ഓക്കെ, നമുക്ക് പഠിക്കാനുള്ള ഇവിടെ തൊട്ടാണ് അല്ലെ. മീനിങ് ഓഫ് എത്തിക്സ്, എ സ്റ്റേറ്റ് ഓഫ് മൈൻഡ്. മീനിങ് ഓഫ് എത്തിക്സ് ആൻഡ് എ സ്റ്റേറ്റ് ഓഫ് മൈൻഡ്. എത്തിക്സിന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഓക്കെ, ethics means moral principle which govern us. Ethics means moral principles which govern a personal behavior. എന്താണ്, ഒരു പേഴ്സന്റെ ബിഹേവിയർ ഓർ ഇസ് കണ്ടക്ടിങ് ഓഫ് ആക്ടിവിറ്റി ആണ്. അതുപോലെ തന്നെ മോറൽ
പ്രിൻസിപ്പൾസ്, അതേപോലെ തന്നെ ഹാബിറ്റ് ആൻഡ് ടെമ്പർമെന്റ് അല്ലെ. എത്തിക്സ് എന്ന് വെച്ചാൽ ഒരു മോറൽ പ്രിൻസിപ്പിൾസ് ആണ്, വിച്ച് എന്താണ് ഒരു പേഴ്സന്റെ ബിഹേവിയർ അല്ലെങ്കിൽ അതിന്റെ ആക്ടിവിറ്റി കണ്ടക്ടിങ് ആണ്. അതുപോലെ ഇറ്റ് ഈസ് എന്താണ് മോറൽ പ്രിൻസിപ്പിൾസിന്റെ ഒരു ബ്രാഞ്ച് ഓഫ് നോളജ് ആണ്. എത്തിക്സ് സംതിങ് വിച്ച് കംസ് ഫ്രം ആൻ ഇൻഡിവിജ്വൽ. ഇറ്റ് ഹാസ് ബി ഇൻക്ലൂഡ് ഇൻ ദ ഹാബിറ്റ് ആൻഡ് ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ ഇൻസിക്വയറിയിൽ ചോദിച്ചാലേ ഉള്ളൂ കേട്ടോ. നീഡ് ഫോർ പ്രൊഫഷണൽ എത്തിക്സ്, എന്താണ് ആവശ്യകത, എന്തിന്റെയാണ് പ്രൊഫഷണൽ എത്തിക്സിന്റെ ആവശ്യകത എന്താണ്? എന്താണ് പ്രൊഫഷണൽ ലൈക്ക് ലോ, മെഡിക്കൽ ഹാവിംഗ് ദിയർ കോഡ് ഓഫ് എത്തിക്സ്, അവർക്ക് എന്താണ് ഒരു കോഡ് ഓഫ് എത്തിക്സ് ഉണ്ട്. അതുപോലെ ഓഡിറ്റിംഗ് പ്രൊഫഷൻ ഈസ് നോ എക്സ്പെഷൻ, അതുപോലെ തന്നെ ഓഡിറ്റിംഗ് പ്രൊഫഷൻ എന്തില്ല, എക്സെപ്ഷൻ ഒന്നുമില്ല, എന്താ കോഡ് ഓഫ് എത്തിക്സ് ഇല്ലാന്നൊന്നുമില്ല. ഓഡിറ്റിംഗിന് എന്തുണ്ട്, എത്തിക്സ് ഉണ്ട്, നമ്മളതാണ് നോക്കുന്നത് അല്ലെ. അപ്പൊ എന്താണ് സൊസൈറ്റി, എന്താണ് ഇറ്റ് ഈസ് ഡ്യൂ ടു ദ റീസൺ ഫോർ ദാറ്റ് സൊസൈറ്റി ഇൻ ജനറൽ, ഗവൺമെന്റ്, ക്ലയൻസ്, ടാക്സിംഗ് authorities, employees, investors, the business, in the financial community in the particular has been reimbursed in the service rendered by the chartered accountant. ട്രസ്റ്റ്, ഒരു വിശ്വാസം, സൊസൈറ്റിക്ക് ഒരു വിശ്വാസ്യത, അല്ലെങ്കിൽ നമുക്ക് സൊസൈറ്റിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് എങ്ങനെയാണ്, അതൊക്കെ ഒരു പ്രൊഫഷണൽ എത്തിക്സിൽ പെട്ട കാര്യങ്ങൾ തന്നെയാണ്. നമ്മൾ ചെയ്യുന്ന ആൾക്കാരെന്ന് വെച്ചാൽ നമ്മൾ എന്താ ചെയ്യുന്നത്, അഷുറൻസ് കൊടുക്കുന്നവരാണ് അല്ലെ. ഓഡിറ്റർ എന്ന് വെച്ചാൽ അഷുറൻസ് കൊടുക്കുക, എന്ത് അഷുറൻസ് ആണ്, റീസണബിൾ അഷുറൻസ് കൊടുക്കുന്നവരാണ്. സോ റീസണബിൾ അഷുറൻസ് കൊടുക്കുന്നതുകൊണ്ടാണ് ദ പർപ്പസ് അഷുറൻസ് എൻഗേജ്മെന്റ് ടു എൻഹാൻസ് ദ കോൺഫിഡൻസ് ഓഫ് ദ ഇന്റന്റ് യൂസേഴ്സ്, ഇന്റന്റ് യൂസേഴ്സിന്റെ കോൺഫിഡൻസ് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ എത്തിക്സ് ഒക്കെ ഫോളോ ചെയ്യുന്നത്. കാരണം എന്താ, ഇന്റന്റ് യൂസേഴ്സ് ആരൊക്കെയാണ്, ഷെയർ ആവാം, എംപ്ലോയി ആവാം, ക്രെഡിറ്റേഴ്സ് ആവാം, ഗവൺമെന്റ് ആവാം, അങ്ങനെയുള്ള യൂസേഴ്സ് അല്ലെ. അവർക്ക് എന്ത് ചെയ്യണം, ഒരു നമ്മൾ കൊടുക്കുന്ന വാക്ക് അല്ലെ, നമ്മൾ കൊടുക്കുന്ന അഷുറൻസ് സത്യമുള്ളതാണ് അല്ലെ, ശരിയായിട്ടുള്ളതാണ് എന്നുള്ള കാര്യം മനസ്സിലാകുമ്പോൾ അവർക്കൊരു കോൺഫിഡൻസ് കൊടുക്കും. ഓക്കെ, അപ്പൊ അവിടെ ഒരു എന്താണ് ഒരു മോറാലിറ്റി ഉണ്ട് അല്ലെ. എത്തിക്സ് എന്ന് പറയുന്ന ബേസിൽ എന്തിലാണ്, മോറാലിറ്റിയിലാണ്. പബ്ലിക് ഗുഡ് എബോവ് ദർ പേഴ്സണൽ ഗെയിൻ, നമുക്ക് എന്താണ് നമ്മുടെ പേഴ്സണൽ ലാഭത്തിനെയും കഴിഞ്ഞു നമ്മൾ നോക്കുന്നത് എന്താണ്, പബ്ലിക്കിന്റെ നല്ലതാണ് നോക്കേണ്ടത്, പൊതുജനങ്ങളുടെ നന്മയാണ് നമ്മൾ നോക്കേണ്ടത്. നമുക്ക് ഒരു പ്രോഫിറ്റ് കിട്ടും, നമുക്കൊരു തുക കിട്ടും, എന്നാൽ നമുക്കിത് മാറ്റി ഇരിയേക്കാം എന്നൊരിക്കലും ചിന്തിക്കാൻ പാടില്ല. നമ്മൾ പറഞ്ഞു എന്താണ് ഓഡിറ്റർ എന്ന് പറയുന്നത് ഷുഡ് ബി ഇൻഡിപെൻഡന്റ് ആയിരിക്കണം, നോട്ട് സബ്ഓർഡിനേറ്റഡ്. മറ്റൊരാളെ ആശ്രയിക്കുന്ന ഒരാളാവാൻ, അല്ലെങ്കിൽ മറ്റൊരാളുടെ ഇൻഫ്ലുവൻസിൽ നിൽക്കുന്ന ആളാവാൻ പാടുള്ളതല്ല ഓഡിറ്റർ എന്ന് പറയുന്നത്. ഓഡിറ്റർ എന്ന് പറയുന്നത് എന്താണ്, ഗിവിംഗ് അഷുറൻസ് ആണ്. എന്താ അഷുറൻസ് കൊടുക്കുമ്പോൾ എന്താണ്, enhance the confidence of the ഇന്റന്റ് യൂസേഴ്സിന്റെ കോൺഫിഡൻസ് ഇൻക്രീസ് ചെയ്യാണ്. പ്രൊഫഷണൽ എത്തിക്സ് എന്ന് പറയുന്നത് എന്തിന്റെ ബേസിലാണ്, മൊറാലിറ്റിയുടെ ബേസിലാണ്. അതുപോലെ തന്നെ പബ്ലിക് ഗുഡ് ആണ്, പൊതുജന്മം തന്നെയാണ് നമുക്ക് നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ, അതിന്റെ മുകളിൽ നമ്മളെ പേഴ്സണൽ ഗെയിൻ, നമ്മുടെ സ്വതന്ത്ര ലാഭം അല്ല സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി നമ്മൾ തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാണ് നമ്മൾ എത്തിക്സ് വിടാനൊന്നും പാടുള്ളതല്ല. നമ്മൾ പബ്ലിക് ഇൻട്രസ്റ്റ് ആണ് നോക്കേണ്ടത്. റെസ്പോൺസിബിൾ പബ്ലിക് ഇൻട്രസ്റ്റ്. അതുപോലെ തന്നെ ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് ടു എബൈഡഡ് ബൈ എത്തിക്കൽ ബിഹേവിയർ, ഒരു എത്തിക്കൽ ബിഹേവിയർ ഫോളോ ചെയ്യണം. ആരെ, ചാർട്ടേഡ് അക്കൗണ്ടന്റ് എന്ന് പറയുന്നത്. ഫണ്ടമെന്റൽ ഓഫ് പ്രിൻസിപ്പിൾ ഓഫ് പ്രൊഫഷണൽ എത്തിക്സ്, പ്രൊഫഷണൽ എത്തിക്സിന്റെ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾസ് ആണ് ഇതെന്ന് പറയുന്നത്. ഓക്കെ, ജസ്റ്റ് വായിക്കുമ്പോൾ നിങ്ങൾക്ക് പിന്നെയും കിട്ടും കേട്ടോ. അടുത്ത പ്രിൻസിപ്പൽ ബേസ്ഡ് അപ്രോച്ച് വേഴ്സസ് റൂൾ ബേസ്ഡ് അപ്രോച്ച്. നമുക്ക് രണ്ടു തരം അപ്രോച്ച് ആണുള്ളത്. ഒന്ന് പ്രിൻസിപ്പൽ ബേസ്ഡ് അപ്രോച്ചും മറ്റൊന്നെന്ന് പറയുന്നത് റൂൾ ബേസ്ഡ് അപ്രോച്ചും ആണ്. എന്തിന്, എത്തിക്സിനാണ്. എത്തിക്കൽ ഓർ ലീഗൽ. അപ്പൊ ഈ രണ്ട് പ്രിൻസിപ്പിൾസ് എന്താണ്, പ്രിൻസിപ്പൽ ബേസ്ഡ് അപ്രോച്ചും അതുപോലെ തന്നെ റൂൾ ബേസ്ഡും. പ്രിൻസിപ്പൽ ബേസ്ഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് എന്താണ് ആ പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്ത് നമ്മുടെ ആയ ഒരു ഇതില്. റൂൾ ബേസ്ഡ് പറഞ്ഞാൽ ഈ ഒരു രീതിയിൽ തന്നെ പോണം എന്ന് വെച്ചാൽ, പ്രിൻസിപ്പൽ ബേസ്ഡ് വെച്ചാൽ നമ്മള് ലക്ഷ്യത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുത്താണ്. റൂൾസ് എന്ന് പറയുന്ന അതിന്റെ മാർഗം, ലക്ഷ്യത്തിന് കഴിഞ്ഞും മാർഗം, ആ റൂൾസ് തന്നെ ബേസ് ചെയ്ത് പോണം. നമുക്ക് ഡീറ്റെയിൽ നോക്കാം. ഇവിടെ നോക്കിയേ, പ്രിൻസിപ്പൽ ബേസ്ഡ് അപ്രോച്ച്. പ്രിൻസിപ്പൽ ബേസ്ഡ് അപ്രോച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, അവിടെ റിക്വേഴ്സ് കമ്പൈൻസ് വിത്ത് സ്പിരിറ്റ് ഓഫ് എത്തിക്സ്. അവിടെ എന്താണ്, സ്പിരിറ്റ് ഓഫ് എത്തിക്സിന്റെ കമ്പൈൻസ് ഉണ്ടാവണം.
അതുപോലെ തന്നെ ഇതെന്താ ഒരു സിറ്റുവേഷൻ ബേസ്ഡ് ആണ് അല്ലെ. എന്താണ് പ്രൊഫഷണൽ നോളജ്, സ്കില്ല്, എക്സ്പെർട്ടൈസേഷൻ ഒക്കെ വെച്ചാണ് ഇറ്റിക്യോടെ എന്താണ് നമ്മുടെ പ്രൊഫഷണൽ ജഡ്ജ്മെന്റ് ആണ് അല്ലെ. അപ്പം ഒരു ഓഡിറ്ററിന്റെ പേഴ്സണൽ ആയിട്ടുള്ള നോളജ് എന്താണോ അല്ലെ പ്രൊഫഷണൽ നോളജ് എന്താണോ, സ്കിൽസ് ഉണ്ടോ, എക്സ്പെക്ടേഷൻ ഉണ്ടോ, അതനുസരിച്ച് ആ ഒരു സിറ്റുവേഷനെ അനുസരിച്ച് എന്ത് ചെയ്യുക, നമ്മുടെ അറിവ് ഉപയോഗിച്ച് നമ്മുടെ പ്രൊഫഷണൽ ജഡ്ജ്മെന്റ് ഉപയോഗിച്ച് ചെയ്യാനുള്ളതാണ്. അപ്പം യൂസ് പേഴ്സണൽ ജഡ്ജ്മെന്റ് ടു എവറി സിറ്റുവേഷൻ, എല്ലാ സിറ്റുവേഷൻ നമ്മുടെ എന്താണ് പ്രൊഫഷണൽ ആയിട്ടുള്ള നോളജ് വെച്ച് നമ്മൾ ചെയ്യണം. അതാണ് കൺക്ലൂഷൻ എത്താൻ വേണ്ടി അല്ലെ. നമ്മുടെ കൺക്ലൂഷൻ, നമ്മുടെ ലക്ഷ്യത്തിൽ എത്താൻ വേണ്ടി നമ്മുടെ പ്രൊഫഷണൽ ആയ ജഡ്ജ്മെന്റ് യൂസ് ചെയ്യുക. അപ്പൊ പ്രിൻസിപ്പിൾ ബേസ്ഡ് അപ്രോച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്, അവിടെ റിക്വയർ ചെയ്യുന്ന എന്താണ്, കമ്പൈൻസ് വിത്ത് ദ സ്പിരിറ്റ് ഓഫ് എത്തിക്സ് ആണ് ആവശ്യമായിട്ടുള്ളത്. അവിടെ എന്ന് വെച്ചാൽ ഓരോ സിറ്റുവേഷനിലും, എല്ലാ സിറ്റുവേഷനിലും നമ്മൾ എന്തിന്റെ ബേസിലാണ് ജഡ്ജ്മെന്റ് നടത്തുന്നത്, നമ്മുടെ പ്രൊഫഷണൽ ആയ സ്കില്ല്, നമ്മുടെ പ്രൊഫഷണൽ ആയ നോളജ്, നമ്മുടെ പ്രൊഫഷണൽ ആയ എക്സ്പെക്ടൈസേഷൻ, ഇത് മൂന്നും ഉപയോഗിച്ചാണ് നമ്മൾ എന്ത് ചെയ്യണേ, ആ ഒരു പർട്ടിക്കുലർ സിറ്റുവേഷൻ, ആ ഒരു പർട്ടിക്കുലർ സിനാരിയോയെ നമ്മൾ ജഡ്ജ് ചെയ്യുന്നത് അല്ലെ, ജഡ്ജ്മെന്റ് നടത്തുന്നത്. അങ്ങനെയാണ് നമ്മൾ എന്തിനെ കൺക്ലൂഷനിലേക്ക് എത്തുന്നത്. ഇനി റൂൾ ബേസ്ഡ്, റൂൾ ബേസ്ഡ് വേറെ നിറഞ്ഞു കൊടുക്കാം. റൂൾ ബേസ്ഡ് അപ്രോച്ച്. എന്താണ് റൂൾ ബേസ്ഡ് അപ്രോച്ച് എന്ന് പറയുന്നത്? സ്ട്രിക്ട്ലി ഓർത്തിരിക്കുന്ന ടൈമാണ് കേട്ടോ. നിർബന്ധമായിട്ടും ഫോളോ ചെയ്യുന്ന എന്താണ്, എസ്പാഷൽ റൂൾസ് ആണ്, നിയമങ്ങളാണ്. ആ നിയമത്തെ അടിസ്ഥാനപ്പെടുത്തി തന്നെ എന്ത് ചെയ്യണം, പോണം എന്നാണ് റൂൾ ബേസ്ഡ് അപ്രോച്ച് പറഞ്ഞേ. നിയമത്തിൽ നിന്ന് തെറ്റിപ്പോകാൻ പാടില്ല, നിയമം എന്താണോ പറയുന്നത് അത് തന്നെ അനുസരിച്ച് മുന്നോട്ട് പോണം. അതേപോലെ തന്നെ ഇതെന്ന് പറയുന്നത് എന്താണ്, ഒരു ഇടുങ്ങിയ ചിന്താഗതി അല്ലെങ്കിൽ പുറത്തുനിന്നുള്ള ഔട്ട്ലുക്കാണ്, നാരോ ഔട്ട്ലുക്കാണ്. കാരണം മറ്റേ പ്രിൻസിപ്പൽ അപ്രോച്ച് നമ്മുടെ ഒരു പേഴ്സണൽ നോളജ് വെച്ച് അല്ല പ്രൊഫഷണൽ നോളജ്, സ്കില്ല്, എക്സ്പെക്ടേഷൻ വെച്ച് നമുക്ക് ഓരോ കാര്യങ്ങൾ ജഡ്ജ്മെന്റ് ചെയ്യാം. പക്ഷേ ഈ റൂൾ ബേസ്ഡ് നമുക്ക് അങ്ങനെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ എന്ന് വെച്ചാൽ റൂൾ എന്താണോ പറഞ്ഞേക്കണം അത് അങ്ങ് ചെയ്താൽ മതി. പ്രത്യേകിച്ച് നമ്മുടെ പ്രൊഫഷണൽ ആയിട്ടുള്ള ടാലന്റോ സ്കില്ലോ ഒന്നും അവിടെ ആവശ്യമില്ല. ഓക്കെ, അപ്പൊ ഇതെന്ന് വെച്ചാൽ റിലേ അപ്പോൺ റൂൾ, ഇതെല്ലാം എന്താണ് റൂളിലാണ് ആസ്പദമായി നിൽക്കണം, മറ്റൊരു കാര്യത്തിലല്ല. മറ്റേ നമ്മൾ പറഞ്ഞു നമ്മുടെ പ്രൊഫഷണൽ നോളജ്, സ്കില്ല്, എക്സ്പെക്ടേഷൻ ആണ്. ഇവിടെ എന്താണ് വേണ്ടത്, റൂളാണ്, റിലേ അപ്പോൺ റൂൾ, അത്രേ ഉള്ളൂ. അപ്പൊ റൂൾ ബേസ്ഡ് അപ്രോച്ച് കീവേഡ്സ് എന്താ, സ്റ്റെല്ലി ഫോർ ഫോളോ ക്ലിയർലി എസ്റ്റാബ്ലിഷ്ഡ് റൂൾസ്, എന്താണ് ഇറ്റ് മേ റിലേറ്റ് ടു എന്താണ് നാരോ ഔട്ട്ലുക്ക്, റിലേ അപ്പോൺ ദ റൂൾസ്. ഈ കീ പോയിന്റ്സ് ഓർത്തിരിക്കാം. ബാക്കി നമുക്ക് എന്തെങ്കിലും നമുക്ക് മനസ്സിലായതിനെ പോലെ നമുക്ക് എഴുതാം കേട്ടോ. അടുത്ത ഒരു ചോദ്യമായിട്ട് പറയുമെങ്കിൽ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ഓഫ് എത്തിക്സ്. എന്താണ് ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾസ് വരുന്ന എത്തിക്സിനെ? എന്താണ് ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ഓഫ് എത്തിക്സ് എന്തൊക്കെയാണെന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ഈ ഒരു 5 കാര്യങ്ങളാണ് ഫണ്ടമെന്റൽ എത്തിക്സ് പറയുന്നത്. ഓക്കെ, ആദ്യത്തെ എന്താണ് ഇന്റർഗ്രേറ്റ് എന്ന് വെച്ചാൽ എന്താ, ഇന്റർഗ്രേറ്റ് വെച്ചാൽ ട്രൂത്ത്ഫുൾനെസ്, സത്യസന്ധത. ഒരു ഓഡിറ്റർ എന്ന് പറയുന്നത് സത്യസന്ധത ആയിരിക്കണം അല്ലെ, സത്യസന്ധ, സ്ട്രേറ്റ് ഫോർവേഡ് ആയിരിക്കണം, ഹോണസ്റ്റ് ആയിരിക്കണം അല്ലെ, സ്ട്രേറ്റ് ഫോർവേഡ് ആയിരിക്കണം, ഹോണസ്റ്റ് ആയിരിക്കണം. അതുപോലെ തന്നെ ഫെയർ ഡീലിംഗ് ആയിരിക്കണം, നല്ല ഡീലിംഗും ട്രൂത്ത്ഫുൾനെസ്സും ഉള്ള ആളായിരിക്കണം. ഷാൾ നോട്ട് നോയിങ് ബീങ് അസോസിയേറ്റ് വിത്ത് റിപ്പോർട്ട്. എന്താണ് ഷാൾ നോട്ട് നോയിങ് ബി അസോസിയേറ്റ് written communication or other information where the accountant believe that information materially false or misleading. അപ്പൊ ഇൻഫർമേഷൻ അക്കൗണ്ട് ബിലീവ്സ്, അതുപോലെ തന്നെ മെറ്റീരിയൽ ഫാൾസ് ഓർ മിസ്ലീഡിങ് സ്റ്റേറ്റ്മെന്റ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറയാൻ പറ്റില്ല. ഒരു പ്രൊഫഷണൽ അക്കൗണ്ട് ഷാൾ നോട്ട്, ഒരു പ്രൊഫഷണൽ അക്കൗണ്ട് എന്ത് ചെയ്യാൻ പാടില്ല, ഷാൾ നോട്ട് നോയിങ് ബി അസോസിയേറ്റ് വിത്ത് റിപ്പോർട്ട്, റിപ്പോർട്ടുമായിട്ട് അസോസിയേറ്റ് ചെയ്യാൻ പാടില്ല. റിട്ടേൺസ്, കമ്മ്യൂണിക്കേഷൻ ഓർ അതർ ഇൻഫോർമേഷൻ അക്കൗണ്ട്സ് ബിലീവ് ദാറ്റ് ഇൻഫർമേഷൻ കണ്ടനെ മെറ്റീരിയലി ഫാൾസ് ഓർ മിസ്ലീഡിംഗ് സ്റ്റേറ്റ്മെന്റ്. ആ മെറ്റീരിയലിൽ എന്താണ് ഒരു ഫാൾസ് ആയ ഇൻഫർമേഷൻ ഉണ്ട് അല്ലെങ്കിൽ ഒരു മിസ്ലീഡിംഗ് സ്റ്റേറ്റ്മെന്റ് ഉണ്ടെന്ന് വെച്ചാൽ കണ്ടേ സ്റ്റേറ്റ്മെന്റ് ഇൻഫർമേഷൻ പ്രൊവൈഡ് ഇൻഫർമേഷൻ വേർ സച്ച് ഒമിഷൻ ഓർ ഒബസിറ്റി വുഡ് ബി മിസ്ലീഡിംഗ് ആയിരിക്കും. അടുത്തെന്ന് പറയുന്നത് എന്താണ് ഒബ്ജക്റ്റിവിറ്റി. ഒബ്ജക്റ്റിവിറ്റി എന്ന് വെച്ചാൽ എന്താണ്, ഒന്നുമില്ല, നിഷ്പക്ഷത. നമ്മളൊരു കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ നിഷ്പക്ഷതയോടെ ആയിരിക്കണം നോക്കി കാണുന്നത്. നോട്ട് ടു കോംപ്രമൈസ് ഫോർ പ്രൊഫഷണൽ. നമ്മുടെ പ്രൊഫഷണൽ ജഡ്ജ്മെന്റ് ഒരു കാരണവശാലും എന്ത് ചെയ്യാൻ പാടില്ല, നമ്മൾ കോംപ്രമൈസ് ചെയ്യാൻ പാടില്ല. നമ്മൾ എന്താണോ കണ്ടത്, നമുക്ക് എന്താണോ മനസ്സിലായത്, അതാണ് നമ്മുടെ റിപ്പോർട്ടിൽ നമ്മൾ എഴുതേണ്ടത്. അല്ല മറ്റൊരാളിനെ ഡിപ്പെൻഡ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, അത് കോംപ്രമൈസ് ചെയ്ത് ആ റിപ്പോർട്ട് മാറ്റി എഴുതാൻ പാടില്ല. കാരണം എന്താ, റിപ്പോർട്ട് മാറ്റി എഴുതുമ്പോൾ പബ്ലിക്കിന്
ചീത്തയാണ്. നമ്മൾ പറഞ്ഞ നമുക്ക് പേഴ്സണൽ ഗെയിൻ കിട്ടും. നമുക്ക് കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ 2 കോടി രൂപ അല്ലെ 4 കോടി രൂപ പോട്ടെ 100 കോടി രൂപ കിട്ടുമെന്ന് വിചാരിക്കും. അത് നമ്മുടെ പേഴ്സണൽ ഗെയിൻ ആണ് അല്ലേ? അതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? ആ റിപ്പോർട്ട് മാറ്റി എഴുതാൻ പാടില്ല. നമ്മൾ പബ്ലിക് ഗുഡ്സിനാണ് നോക്കേണ്ടത്. നമ്മൾ ആദ്യമേ പഠിച്ചല്ലേ? അപ്പം ബിക്കോസ് ഓഫ് ബയാസ്, കോൺഫിഡൻസ് ഓഫ് ഇൻട്രസ്റ്റ് ഓർ അൺഡു ഇൻഫ്ലുവൻസ് എന്തൊക്കെ വരാം മെറ്റീരിയലി? ബിക്കോസ് ഓഫ് കോൺഫിഡൻസ് ഇൻട്രസ്റ്റ് ഓർ അൺഡു ഇൻഫ്ലുവൻസ്, മറ്റുള്ള ആളുടെ ഇത് കാരണോ അല്ലെങ്കിൽ നമുക്കൊരു ഇൻട്രസ്റ്റ് കാരണം ഞാൻ പറഞ്ഞ പൈസ ലാഭം അങ്ങനെ എന്തെങ്കിലും ലാഭം ഇതൊന്നും വിചാരിച്ച് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? പ്രൊഫഷണൽ ജഡ്ജ്മെന്റ് കോംപ്രമൈസ് ചെയ്യാൻ പാടില്ല. അടുത്ത വെച്ചാൽ പ്രൊഫഷണൽ കോമ്പിറ്റൻസ് ആൻഡ് ഡ്യൂ കെയർ. പ്രൊഫഷണൽ കോമ്പിറ്റൻസ് ആൻഡ് നമ്മുടെ കഴിവ്, നമ്മുടെ ഒരു കേപ്പബിലിറ്റി, കപ്പാസിറ്റി, നമ്മുടെ ഒരു പ്രാപ്തി, അതൊക്കെയാണ് പ്രൊഫഷണൽ കോമ്പിറ്റൻസ് എന്ന് പറയുന്നത്. ഇവിടെ പറയുന്നത് ശ്രദ്ധ, എപ്പോഴും ശ്രദ്ധയുള്ള ആലോചിക്കണം എന്ന് പറയുന്നത്. നമുക്ക് എന്താണ് നമ്മുടെ പ്രൊഫഷണൽ നോളജ് ആൻഡ് സ്കിൽസ് ഉണ്ടല്ലേ, അത് വെച്ച് നമ്മൾ എന്ത് ചെയ്യണം? ടെക്നിക്കൽ ആൻഡ് പ്രൊഫഷണൽ സ്റ്റുഡൻസ് professional account shall not combine with the principle of professional competence due care which require account to attain the maintenance. നമ്മളെ അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത് എന്താണ്? പ്രൊഫഷണൽ നോളജും സ്കില്ലും മെയിൻറ്റെയിൻ ചെയ്യണം. അതേപോലെ തന്നെ അതെന്തിനാണ്? ടു എൻഷുർ ദാറ്റ് എ ക്ലയന്റ് ഓർ എംപ്ലോയ് ഓർഗനൈസേഷൻ കമ്പൈൻഡ് പ്രൊഫഷണൽ സർവീസ്, എല്ലാ സർവീസും കിട്ടുന്നുണ്ട് ബേസ്ഡ് ഓൺ ദ കറന്റ് ടെക്നിക്കൽ ആൻഡ് പ്രൊഫഷണൽ സ്റ്റാൻഡേർഡ് ആ ലെഗൻസി അക്കൗണ്ട്സ് ആപ്ലിക്കബിൾ ടെക്നിക്കൽ ആൻഡ് പ്രൊഫഷണൽ സ്റ്റാൻഡേർഡ്. നമ്മൾ എന്ത് ചെയ്യണം? ടെക്നിക്കൽസും അതുപോലെ അതിന്റെ പ്രൊഫഷണൽ സ്റ്റാൻഡേർഡ്സ് ഉപയോഗിച്ച് നമ്മുടെ ആ പ്രൊഫഷണൽ നോളജ് സ്കിൽസ് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും. ശ്രദ്ധയുള്ള ആളായിരിക്കണം. അടുത്ത കോൺഫിഡൻസിറ്റി. നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? രഹസ്യ സ്വഭാവമുള്ള കാര്യങ്ങൾ നമ്മൾ പുറത്തു പറയാൻ പാടുള്ളതല്ല. അല്ലെങ്കിൽ മറ്റു ആ ഒരു കമ്പനിയിൽ കയറിയിട്ട് നമ്മൾ പുറത്തു പറയാൻ പാടില്ലാത്ത കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? പറയാൻ പാടില്ല. റെസ്പെക്ട് കോൺഫിഡൻറ്റ്. നമ്മളുടെ ക്ലയന്റിന്റെ കോൺഫിഡൻറ്റ് നമ്മൾ എന്ത് ചെയ്യണം? സുരക്ഷിതമാക്കി വെക്കണം. നമുക്ക് വേണമെങ്കിൽ ഡിസ്കസ് ചെയ്യാം. എപ്പോ? when it is permitted by law. നിയമം നിഷ്കർഷിക്കുകയാണ് നിങ്ങൾ അത് പുറത്തുവിട്ടോ എന്ന് പറഞ്ഞാൽ മാത്രമേ നമുക്കത് പറയാൻ പറ്റുള്ളൂ. നമുക്ക് അന്നേരം മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അതിന്റെ ഒരു പവർ നമുക്ക് കിട്ടുള്ളൂ. There is a professional duty or right to discuss when the not promoted by law. നിയമപരമായിട്ടല്ലാത്തൊരു കാര്യം അവർ ചെയ്യുമ്പോൾ എന്ത് ചെയ്യാൻ വേണമെങ്കിൽ അത് എന്താണ്? നിയമത്തിൽ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? പ്രൊഫഷണലി നമുക്ക് ഡിസ്കസ് ചെയ്യാം. എല്ലാം ഡിസ്കസ് ചെയ്യാൻ പാടില്ല. ഇപ്പൊ എന്താണ്? ഒരു സ്ഥാപനത്തിൽ ഓഡിറ്റിംഗ് പോയി, അപ്പൊ അവിടുത്തെ എന്തെങ്കിലും രഹസ്യമായ ഒരു ഫുഡ് ഇൻഡസ്ട്രി ആണ്, അപ്പൊ രഹസ്യമായ എന്തെങ്കിലും ഫോർമുല ഉണ്ട്, അത് നമുക്ക് മനസ്സിലായി, നമ്മളത് വന്ന് അടുത്ത കടക്കാരോട് പൈസയ്ക്ക് വേണ്ടി മറിച്ചു വെക്കും, അല്ലെങ്കിൽ ചുമ്മാ പുറത്ത് പറയാൻ അവർ ഇതൊക്കെയാണ് യൂസ് ചെയ്യാൻ അല്ല ഇങ്ങനെയൊക്കെയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ബിസിനസ്സിന് നഷ്ടമാണല്ലോ. അപ്പൊ അവര് സീക്രട്ട് ആയിട്ട് വെച്ചേക്കുന്ന കാര്യങ്ങൾ നമ്മൾ പുറത്തുവിടാൻ പാടുള്ളതല്ല. ഓക്കെ, പുറത്തുവിടാൻ എപ്പോ? മേ ബി ഡിസ്കോസ് എപ്പോ? വെൻ പെർമിറ്റഡ് ബൈ ലോ. നിയമം നിഷ്കരിച്ചാൽ, അല്ലെങ്കിൽ അത് ഏതാ, അല്ലെ നമ്മളെ ഏർപ്പിച്ച ക്ലയന്റ് തന്നെ പറയണം ഓക്കെ നിങ്ങൾ ഇത് പുറത്തു വിട്ടാൽ കുഴപ്പമൊന്നുമില്ല എന്ന് പറയുകയാണെങ്കിൽ there is a professional duty or right to discuss when not permitted by law. ലോ പ്രോഹിബിറ്റ് ചെയ്യാത്തപ്പോ നമുക്ക് ചെയ്യാൻ പറ്റില്ല. ലോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം. അതുപോലെ നിയമപരം അല്ലാത്ത കാര്യങ്ങളും നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇനി എന്താണ്? പ്രൊഫഷണൽ ബിഹേവിയർ. നമുക്കൊരു പ്രൊഫഷണൽ ബിഹേവിയർ ഉണ്ടാകണം. കംപ്ലൈ വിത്ത് റെലവന്റ് ലോസ് ആൻഡ് റെഗുലേഷൻ. നമ്മൾ എന്ത് ചെയ്യണം? അക്കൗണ്ടിന് എപ്പോഴും നിയമവും അതിന്റെ റെഗുലേഷൻസും ഫോളോ ചെയ്യണം. അവോയ്ഡ് എനി കണ്ടക്ട് അക്കൗണ്ട്സ് നോ ഷുവർ ഷുഡ് നോട്ട് ബി ഡിസ്ക്രെഡിറ്റഡ് ബൈ ദ പ്രൊഫഷൻ. പ്രൊഫഷണൽ ഡിസ്ക്രെഡിറ്റ് ചെയ്യുന്ന രീതിയിൽ ഒന്നും ചെയ്യാൻ പാടുള്ളതല്ല. അടുത്ത ഇൻഡിപെൻഡൻസ് ഓഫ് ഓഡിറ്റർ. എന്താണ് സ്വാതന്ത്ര്യം? അല്ലെ, ഓഡിറ്ററിന്റെ സ്വാതന്ത്ര്യം എന്തൊക്കെയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ജഡ്ജ്മെന്റ് ഓഫ് എ പേഴ്സൺ ഈസ് നോട്ട് സബ്ജക്ട് ടു വിഷസ് ടു or direction of other person might be engaged with. അല്ലേ, ഇപ്പൊ നമ്മൾ പറഞ്ഞു ജഡ്ജ്മെന്റ്, ഒരു പ്രൊഫഷണൽ ജഡ്ജ്മെന്റ് ആണ് നമ്മൾ നടത്തുന്നത്, ഓഡിറ്റ് നടത്തുന്നത് അല്ലേ. ഇത് മറ്റൊരാൾക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? കോംപ്രമൈസ് ചെയ്യാൻ പാടുള്ളതല്ല നമ്മൾ പറഞ്ഞു. അതേപോലെ തന്നെ ഇതെന്താൻ പാടില്ല? മറ്റുള്ളവരുടെ ഒരു ആഗ്രഹത്തിന് വേണ്ടി അല്ല മറ്റൊരാളുടെ ഇഷ്ടത്തിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? നമ്മുടെ ജഡ്ജ്മെന്റിൽ കോംപ്രമൈസേഷൻ നടത്താൻ പാടില്ല. നമ്മൾ ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കണം, അത് ആര് തന്നെയായാലും. ഓക്കെ, അങ്ങനെ അല്ലാത്ത കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? എടുക്കാൻ പാടില്ല. അപ്പൊ നമ്മുടെ സഹോദരൻ വന്ന് ഓടിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? എടുക്കാൻ പറ്റില്ല. കാരണം എന്താ? നമ്മൾ അവിടെ ഇൻഡിപെൻഡന്റ് അല്ല. സഹോദരന് വേണ്ടി നമ്മൾ ചിലപ്പോൾ എന്തൊക്കെയും നമ്മൾ കോംപ്രമൈസ് ചെയ്യും. ഓക്കെ, അതുകൊണ്ട് അങ്ങനെ ചെയ്യാൻ പാടുള്ളതല്ല. അടുത്ത നോക്കിയേ, രണ്ട് ടൈപ്പ് ഓഫ് ഇതിനെ കുറിച്ചാണ് പറയുന്നത്. There are two interlinked perspective of independence of auditor. One of independence of mind and two is independence in appearance.
ഇതൊരു ചോദ്യമായിട്ട് വേണമെങ്കിൽ എടുക്കാം. ഓക്കെ, അതിൽ പറയുന്നത് നമുക്ക് 2 തരമാണ് പറയുന്നത്. ഇൻഡിപെൻഡൻസ് ഇൻ മൈൻഡും ഇൻഡിപെൻഡൻസ് ഇൻ അപ്പിയറും ആണ് പറയുന്നത്. എന്താണ് ഇൻഡിപെൻഡൻസ് ഇൻ മൈൻഡ്? ചിന്തയിലുള്ള സ്വാതന്ത്ര്യം എന്താണ്? മൈൻഡില് നമ്മുടെ ഒരു ചിന്തയില് അല്ലെ, പ്രൊഫഷണൽ ഓപ്ഷൻ അവിടെ എന്താണ്? വിത്തൗട്ട് ബീങ് അഫക്റ്റഡ് ബൈ ഇൻഫ്ലുവൻസ് അല്ലെ, പ്രൊഫഷണൽ ജഡ്ജ്മെന്റ്സ്. പ്രൊഫഷണൽ ജഡ്ജ്മെന്റിൽ എന്ത് ചെയ്യാൻ പാടില്ല? അഫക്റ്റ് വരാൻ പാടില്ല. ഒരു ഇൻഫ്ലുവൻസ് പുറത്തുനിന്ന് ഒരാളുടെ ഇൻഫ്ലുവൻസ് ആണ് പ്രൊഫഷണൽ ജഡ്ജ്മെന്റിൽ ഇത് വരാൻ പാടില്ല. സത്യസന്ധരായിട്ട് ആക്ട് ചെയ്യണം. എക്സൈസ് ഒബ്ജക്റ്റീവ്സ് നിഷ്പക്ഷമായിട്ട് വേണം നമ്മൾ കാര്യങ്ങൾ ചെയ്യാൻ. പ്രൊഫഷണൽ സ്കെപ്റ്റിസം എന്ന് വെച്ചാൽ എപ്പോഴും അലർട്ട് ആയിരിക്കണം. ടു ബി അലർട്ട്, എന്തായാലും എപ്പോഴും അലർട്ട് ആയിരിക്കും. ചോദ്യം ചെയ്യണം. ഒരു ക്വസ്റ്റ്യനിങ് മൈൻഡ് നമ്മുടെ മൈൻഡിൽ എപ്പോഴും ഉണ്ടാവണം. ഇവിടെ എന്തെങ്കിലും കുറ്റങ്ങൾ നടക്കുന്നുണ്ടോ, ഇവിടെ എന്തെങ്കിലും തെറ്റുണ്ടോ എന്നൊക്കെ എപ്പോഴും ചിന്തയിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, ഒരു തെറ്റ് ഉണ്ടോ എന്ന് എപ്പോഴും മൈൻഡിൽ എന്ത് വേണം? തോന്നണം. അതാണ് ഇൻഡിപെൻഡൻസ് ഓഫ് മൈൻഡ്. സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കണം മൈൻഡിന്. അതുപോലെ തന്നെ നമുക്കിപ്പം വേണ്ടപ്പെട്ട ഒരാളാണ്, അപ്പൊ നോട്ട് ചെയ്യാൻ വന്നു, അപ്പൊ നമ്മുടെ കാര്യം അവിടെ എന്തായാലും തെറ്റൊന്നും ഉണ്ടാവില്ല, അങ്ങനെ ചിന്തിക്കാൻ പാടില്ല. അവിടെ എന്തെങ്കിലും തെറ്റുണ്ടോ എന്ന് എപ്പോഴും മൈൻഡിൽ ഉണ്ടാവണം. അപ്പൊ എന്താണ് പറഞ്ഞത്? ഇതൊരു മൈൻഡാണ്, സ്റ്റേറ്റ് ഓഫ് മൈൻഡിൻ്റെതാണ്. ഇവിടെ നമുക്ക് വിത്തൗട്ട് അഫക്റ്റഡ്, നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? അഫക്റ്റ് ചെയ്യാൻ പാടില്ല. എന്ത് കാരണം? ഇൻഫ്ലുവൻസ് കാരണം. അതിനുവേണ്ടി കോംപ്രമൈസ് ചെയ്യില്ല. എന്താ? നമ്മുടെ പ്രൊഫഷണൽ ജഡ്ജ്മെന്റിനെ കോംപ്രമൈസ് ചെയ്യാൻ പാടുള്ളതല്ല. അതുപോലെ തന്നെ ഇൻഡിവിജ്വൽ ടു ആക്ട് ആസ്, എന്താണ് നമ്മൾ ആക്ട് ചെയ്യേണ്ടത്? ഇന്റർഗേറ്റ്, സത്യസന്ധരായിട്ടിരിക്കാം. എക്സൈസ് ഒബ്ജക്റ്റിവിറ്റി, നിഷ്പക്ഷമായിട്ട് നിൽക്കണം. പ്രൊഫഷണൽ സ്കെപ്റ്റിസം. അപ്പൊ ഒന്നാമത്തേത് ഇന്റർഗേറ്റീവ്, ഒബ്ജക്റ്റിവിറ്റി, പ്രൊഫഷണൽ സ്കെപ്റ്റിസം. ഇത് മൂന്നും. പ്രൊഫഷണൽ സ്കെപ്റ്റിസം എപ്പോഴും മൈൻഡിൽ ഉണ്ടായിരിക്കണം. എന്താ? ഇവിടെ എന്തെങ്കിലും തെറ്റുണ്ടോ എന്ന്. ഇനി ഇൻഡിപെൻഡൻസ് ഇൻ അപ്പിയറൻസ്, നമ്മൾ അപ്പിയറൻസിൽ എന്ത് കാണിക്കണം? ഇത് കാണിക്കണം. നമ്മളെ ക്ലയന്റുമായിട്ട് ഭയങ്കര എൻജോയ് ചെയ്ത് ഭയങ്കര ലാബിഷായിട്ട് നിൽക്കുമെങ്കിൽ പുറത്തുനിന്നുള്ള ആൾക്ക് തോന്നും അവര് കമ്പനിയാണ്, അവര് പറയുന്ന ആളും ചിലപ്പോൾ തെറ്റായിരിക്കാം, അവർ ഭയങ്കര കൂട്ടുള്ളവരാണ്. അതുകൊണ്ട് അപ്പിയറൻസിലും എന്തുണ്ടായിരിക്കണം? ഇൻഡിപെൻഡൻസ് ഉണ്ടായിരിക്കണം. അവോയ്ഡ് ദ ഫാക്ട് ഓഫ് സർക്കംസ്റ്റാൻസ് ദാറ്റ് ആർ സോ significance to reasonable and informs the third party. What concluded farms integrity, objective and skepticism has been compromised. The avoidance of fact and circumstances that is signifying that the reasonable and informed the third party. Having knowledge all and information, including any safeguard applied to the listening congregation or a member of a state indicators. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അപ്പിയറൻസിൽ പുറമേ നമ്മൾ എന്തുണ്ടായിരിക്കണം? നമുക്കൊരു ഇൻഡിപെൻഡൻസ് ഉണ്ടായിരിക്കണം. നമ്മളെ തോന്നുവാണ്, അവർക്ക് തോന്നുവാണ് നമ്മൾ അവർക്ക് വേണ്ടി എന്തെങ്കിലും കോംപ്രമൈസ് ചെയ്തിട്ടുണ്ടോ, നമ്മൾ നമ്മുടെ ഇന്റർഗേറ്റ് വിട്ടിട്ടുണ്ടോ, നമ്മൾ നമ്മുടെ ഒബ്ജക്റ്റിവിറ്റി വിട്ടിട്ടാണോ ചെയ്യുന്നത്, നമ്മുടെ പ്രൊഫഷണൽ സ്കെപ്റ്റിസം വിട്ടിട്ടാണോ ഈ ഓഡിറ്റിംഗ് നടത്തുന്നത്, നമ്മുടെ പ്രൊഫഷണൽ ജഡ്ജ്മെന്റ് കറക്റ്റ് ആയിരിക്കുമോ എന്ന്. അപ്പം ഇച്ചിരി എന്താണ്, അപ്പിയറൻസിലും കൂടി നമ്മൾ എന്താണ്? ഇൻഡിപെൻഡന്റ് ആണ്, സ്വതന്ത്രമാണ്, എന്നെ ആരും സ്വാധീനിക്കുന്നില്ല, ഐ എം നോട്ട് ഇൻഫ്ലുവൻസ്ഡ് ബൈ എനിവൺ എന്ന് മനസ്സിലാക്കുവാണെങ്കിൽ നമുക്ക് എന്താ പറ്റും? അതും പ്രൊഫഷണൽ എത്തിക്സിൽ പെട്ടതാണ് കേട്ടോ. അപ്പൊ നോക്കിയേ, there are two interlinked perspectives of independence of audit. അപ്പൊ ഓഡിറ്റിന്റെ ഇൻഡിപെൻഡൻസിന്റെ 2 ഇന്റർലിങ്ക്ഡ് ആയിട്ടുള്ള പെർസ്പെക്റ്റീവ് ഏതൊക്കെയാണ്? ഒന്ന് ഇൻഡിപെൻഡൻസ് ഓഫ് മൈൻഡും, ഒന്ന് ഇൻഡിപെൻഡൻസ് ഇൻ അപ്പിയറൻസും ആണ് കേട്ടോ. അത് ത്രെഡ് ടു ഇൻഡിപെൻഡൻസിന് വരുന്ന ത്രെഡ്സ് ഏതൊക്കെയാണ്? ഇൻഡിപെൻഡൻസ് ടു ത്രെഡ്സ് എന്തൊക്കെയാണ് ത്രെഡ്സ് വരിക? നമുക്ക് പ്രധാനമായിട്ട് 5 കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. നോക്കാം, ഓരോന്ന് നോക്കാം. ആദ്യത്തെ സെൽഫ് ഇൻട്രസ്റ്റ്, നമുക്ക് സ്വന്തമായിട്ട് സ്വയം ഇൻട്രസ്റ്റിലുള്ള ത്രെഡ്സ് അതെന്തൊക്കെയാന്ന് നോക്കാം. എന്താണ്? ഓഡിറ്റഡ് ഫാം ഇൻ ഇറ്റ്സ് പാർട്ണർ ഓർ അസോസിയേറ്റ് could benefit from a financial interest in the audit client. സെൽഫ് ഇൻട്രസ്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ ഓഡിറ്റ് ചെയ്യാൻ പോണ ഫാമില് അവരുടെ പാർട്ണറോ അവരുടെ അസോസിയേറ്റ് കുഡ് ബി ബെനിഫിറ്റ് ഫ്രം ദ ഫിനാൻഷ്യൽ ഇൻട്രസ്റ്റ് ഇൻ ദ ഓഡിറ്റ് കൈൻഡ്സിനുള്ള. അതെന്തൊക്കെയാണ്? എക്സാമ്പിൾസ് നോക്കാം. ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഫിനാൻഷ്യൽ ഇൻട്രസ്റ്റ്, നമുക്ക് എന്തെങ്കിലും ഡയറക്റ്റ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ ഇൻട്രസ്റ്റ് ഉണ്ട്, നമുക്ക് എന്തെങ്കിലും ലോണോ ഗ്യാരണ്ടി ഒക്കെ തരാം എന്നൊക്കെ പറയുന്നു. അപ്പൊ അങ്ങനെ പറയുമ്പോൾ നമ്മൾ ഓക്കെ, ഇൻട്രസ്റ്റ് ഇല്ലാതെ ലോൺ കിട്ടും, അന്ന് നമുക്ക് അവർക്ക് വേണ്ടി ചെയ്തു കൊടുത്തേക്കാം, നമുക്ക് പൈസയുടെ ആവശ്യമുണ്ടല്ലോ. അങ്ങനെയൊന്നും ചിന്തിക്കാൻ പാടില്ല. നമ്മൾ ഡയറക്റ്റ്ലി ഫിനാൻഷ്യൽ, നമുക്ക് നേരിട്ട് എന്തെങ്കിലും പൈസ ലാഭമുണ്ട് എന്ന് വിചാരിച്ചെന്നുള്ളതാണ്, എനിക്കൊരു പൈസ കൂടുതൽ വരാം, എനിക്ക് ഒന്ന് ജഡ്ജ്മെന്റ് ഇങ്ങനെയാക്കി തരാവോ, എനിക്ക് അനുകൂലമാക്കി തരാവോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയുള്ള കോംപ്രമൈസ് ഒന്നും ചെയ്യാൻ
പാടില്ല. ശരിക്കും നമുക്ക് നമുക്ക് സ്വയം ഇൻട്രസ്റ്റ്, നമുക്ക് കുറച്ച് വരുമാനമൊക്കെ കിട്ടിയെങ്കിൽ കുറച്ച് കൂടുതൽ ഇൻട്രസ്റ്റ് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാമെന്ന് ചിന്തിക്കും. പക്ഷെ ഓടിച്ച് എന്ത് ചെയ്യാൻ പാടില്ല, അങ്ങനെ ചെയ്യാൻ പാടുള്ളതല്ല. അതുപോലെ അൺഡു ഇൻഫ്ലുവൻസ്, തെറ്റി അൺഡു ഡിപ്പെൻഡൻസ്, നമ്മൾ എന്താണ് ക്ലയന്റിന്റെ ഫീസിൽ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കണമെന്ന് വിചാരിക്കുക. അപ്പൊ പറയാണ് പൈസ ഞാൻ അടുത്ത് കൂട്ടിത്തരാം, അതല്ലെങ്കിൽ ഈ ഓഡിറ്റർ എന്നെ വിളിച്ചില്ലെങ്കിൽ, അടുത്ത ഓഡിറ്റിംഗ് എന്നെ വിളിച്ചില്ലെങ്കിൽ എനിക്ക് ഫീസ് കിട്ടൂലല്ലോ എന്നൊക്കെ വിചാരിച്ച് നമ്മളെ അവർക്ക് അനുകൂലമായിട്ട് എഴുതിക്കൊണ്ട് ഇരിക്കാൻ പാടില്ല. അതേപോലെ ക്ലോസ് ആയിട്ടൊരു ബിസിനസ് റിലേഷൻഷിപ്പ് ഉണ്ട് എന്താ ഈ ഓഡിറ്റർ ക്ലയന്റുമായിട്ട്. നമ്മുടെ ക്ലയന്റുമായിട്ട് നമുക്ക് എന്താ നല്ല ബിസിനസ് പരമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഉണ്ട്. എനിക്ക് അവിടെ എന്തെങ്കിലും ബിസിനസ് ലാഭമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ എന്ത് ചെയ്യാം, കോംപ്രമൈസ് ചെയ്യാൻ സാധ്യതയുണ്ട്. സോ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പാടുള്ളതല്ല. പൊട്ടൻഷ്യൽ എംപ്ലോയ്മെന്റ് വിത്ത് ക്ലയന്റ്, നമുക്ക് അവിടെ എന്താണ് എംപ്ലോയ്മെന്റ് തരാമെന്ന് പറഞ്ഞു ബിസിനസ് സ്ഥാപനത്തില്. ഇത് കഴിയുമ്പോൾ ഓഡിറ്റിംഗ് കഴിയുമ്പം അവിടുത്തെ ഒരു മെയിൻ ആളാക്കാം, ടോപ്പ് പൊസിഷനിലേക്ക് ആക്കാം, അല്ലെങ്കിൽ ഷെയർ തരാം എന്നൊക്കെ പറഞ്ഞാലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, അങ്ങനെ വഴങ്ങി കൊടുക്കാനൊന്നും പാടില്ല. നമ്മളെങ്ങനെ നമ്മുടെ പ്രൊഫഷണൽ ജഡ്ജ്മെന്റിനെ സാക്രിഫൈ ചെയ്യാൻ പാടുള്ളതല്ല. കണ്ടിജന്റ് ഫീസ് ഫോർ ദ ഓഡിറ്റ് എൻഗേജ്മെന്റ്, കണ്ടിജന്റ് ആയിട്ട് ഫീസ് പറയുന്നത് എന്റെ ഓഡിറ്റ് എൻഗേജ്മെന്റ് നടത്താൻ വേണ്ടി, അതിനും അങ്ങനെ പറയാൻ പാടില്ല. സെൽഫ് റിവ്യൂ ത്രെഡ്, അടുത്ത വെച്ചാൽ ആത്മപരിശോധന എന്നൊക്കെ പറയും. സെൽഫ് റിവ്യൂ ത്രെഡ് അതെന്താണ്? when an audit hires to be a director or senior officer, നമ്മളെ ഓഡിറ്റ് ചെയ്യാൻ തൊട്ട് മുമ്പ് നമ്മൾ എന്താണ് ആ കമ്പനിയില് എന്താണ് ഡയറക്ടർ ആയിരുന്നു, അല്ലെങ്കിൽ നമ്മൾ ഇന്റേണൽ ഓഡിറ്റർ ആയിരുന്നെങ്കിലോ, അല്ലെങ്കിൽ സീനിയർ ഓഫീസർ ഒക്കെ ആയിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, അവിടെ ഓഡിറ്റിംഗ് ചെയ്യാതിരിക്കാൻ പാടില്ല. കാരണം നമ്മളവിടെ ഇൻഫ്ലുവൻസ്, നമ്മൾ തന്നെ ചെയ്ത് തെറ്റ് നമുക്ക് ചിലപ്പോൾ തെറ്റായിട്ട് തോന്നും. നമ്മൾ തെറ്റ് ചെയ്തിട്ട് നമുക്ക് തെറ്റായിട്ട് തോന്നും ഇല്ല അല്ലേ? അപ്പൊ നമ്മൾ തന്നെ ചെയ്ത് വെച്ചാൽ വർക്ക് ഓഡിറ്റ് ചെയ്യാൻ നമ്മൾ തന്നെ പോകുന്നു, അവിടെ തെറ്റ് കണ്ടുപിടിക്കാൻ പറ്റുമോ? ഇല്ല. നമ്മൾ പറഞ്ഞു എന്താണ് പ്രൊഫഷണൽ സ്കെപ്റ്റിസം ഉണ്ടാവുമെന്ന് പറഞ്ഞു. പ്രൊഫഷണൽ സ്കെപ്റ്റിസം അവിടെ ഉണ്ടാവോ? അവിടെ തെറ്റുണ്ടാവും എന്നൊരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാവോ? ഇല്ല. അതുകൊണ്ട് തന്നെ തെറ്റ് കണ്ടാൽ പോലും അല്ല, കാണാൻ പോലും പറ്റിയെന്നല്ല, നീ കണ്ടാൽ പോലും നമ്മൾ എന്ത് ചെയ്യും, കണ്ണടിച്ചു വിടും. കാരണം എന്താ, നമ്മൾ ചെയ്ത് തെറ്റാണ്. സോ അതും ചെയ്യാൻ പാടില്ല. അങ്ങനെയുള്ളപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആ ഓഡിറ്റ് നിൽക്കാൻ പാടില്ല. when auditor perform service that themselves subject matter of the auditor, ഓഡിറ്റ് തന്നെയാണ് സബ്ജക്ട് മാറ്റർ ആ ഒരു ഓഡിറ്റിങ്ങിന് എന്തെങ്കിലും നമ്മൾ എന്ത് ചെയ്യും, ഇൻഫ്ലുവൻസ് ആണ് നമ്മൾ തന്നെയായിട്ട്, നമ്മൾ തന്നെ കാരണം നമുക്ക് ആ ഓഡിറ്റ് ശരിയായിട്ട് ചെയ്യാൻ പറ്റൂല. അടുത്ത അഡ്വക്കസി ത്രെഡ്സ്, എന്താണ് അഡ്വക്കസി ത്രെഡ്സ്? ഓഡിറ്റർ പ്രൊമോട്ട്സ് client opinion. People may believe that objective is getting compromised. When an audit deals with the share or security of the audited company and become a client or advocate in the litigation, third party discussion എന്ന് വെച്ചാൽ ഓഡിറ്റ് പ്രൊമോട്ട് ചെയ്യാണ് എന്താ ആ ഒരു സ്ഥാപനത്തെ കുറിച്ച്, സ്ഥാപനം നല്ലതാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞൊരു ഇതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അങ്ങനെ പുറത്ത് പോയി ആ കമ്പനിയെ കുറിച്ച് അങ്ങനെ പറയുമ്പോൾ ആൾക്കാർ വിചാരിക്കും ഈ ഓഡിറ്ററിന് ആ കമ്പനിയിൽ എന്തെങ്കിലും, അല്ലെങ്കിൽ ആ കമ്പനിയുടെ നിഷ്പക്ഷത അവിടെ കോംപ്രമൈസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ പറഞ്ഞു ഒരു ഓഡിറ്റർക്ക് വേണ്ടിയാണ് ഒബ്ജക്ടിവിറ്റി. അപ്പൊ ഒബ്ജക്ടിവിറ്റി കോംപ്രമൈസ് ചെയ്തതിന്റെ പൊതുജനങ്ങൾക്ക് തോന്നുവാണ്, അല്ലെങ്കിൽ ഇന്റന്റ് യൂസേഴ്സിന് തോന്നുവാണെങ്കിൽ എന്ത് സംഭവിക്കും, അവിടെ അങ്ങനെ ചെയ്യാൻ പാടില്ല. അതൊരു ത്രെഡാണ്. കാരണം ആ ഓഡിറ്റ് ഷെയർ, കമ്പനിയുടെ ഷെയർ സെക്യൂരിറ്റി ഒക്കെ ഉണ്ടെങ്കിൽ എന്താണ്, നമുക്കൊരു പേഴ്സണൽ ബെനിഫിറ്റ് ഉണ്ട്. അപ്പൊ നമ്മൾ ആ കമ്പനിയെ കുറിച്ച് മോശം കഴിഞ്ഞാൽ ആ ഷെയറിന്റെ വാല്യൂ കുറയും. വാല്യൂ കുറയുന്നതുകൊണ്ട് നമുക്ക് ലോസ് ഉണ്ട്. അപ്പൊ നമുക്ക് അങ്ങനെയും ചെയ്യാൻ പാടുള്ളതല്ല. അടുത്ത ഫെമിനാലിറ്റി ടെസ്റ്റ്. ഫെമിനാലിറ്റി ടെസ്റ്റ് വെച്ചാൽ നമ്മുടെ കോഴ്സ് റിലേറ്റീവ് ആരോടെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ കോഴ്സ് റിലേറ്റീവ് ആരെങ്കിലും, അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കൾ, അങ്ങനെയുള്ള ആൾക്കാരെ അതൊക്കെയാണ് പറയുന്നത്. ടു സിമ്പത്തറ്റിക്കൽ കാരണം നമ്മളവിടെ കോംപ്രമൈസ് ചെയ്യാൻ പാടുള്ളതല്ല. നമ്മൾ ചിലപ്പോൾ കോഴ്സ് റിലേഷൻഷിപ്പ് ആവാം, അതേപോലെ ഫോർമൽ പാർട്ണർ ആയിരിക്കാം നമുക്ക് ആ ഓഡിറ്റ് ഫാമുമായിട്ട്, നമ്മുടെ റിലേറ്റീവ്സോ അല്ലെങ്കിൽ നമ്മളോ ആ ഫാമുമായിട്ട് പാർട്ണർ ആവാം. ലോങ് ടൈം അസോസിയേഷൻ ആയിട്ട് നമ്മൾ ആ ഒരു ഓഡിറ്റർ ക്ലയന്റ് എന്ന രീതിയിൽ ഭയങ്കരമായിട്ട് ആത്മബന്ധമുള്ളവരാണ്. അങ്ങനെയാണെങ്കിലും അവിടെ ഒരു കോംപ്രമൈസ് വരാൻ സാധ്യതയുണ്ട്. അതേപോലെ അക്സെപ്റ്റൻസ് ഓഫ് സിംഗിൾ ഗിഫ്റ്റ് ഓഫ് ദ കമ്പനി ഫ്രം ദ കമ്പനി, നമ്മളിപ്പം എന്താണ് ഓഡിറ്റ് ചെയ്യാൻ പറഞ്ഞ ഫാമിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് ഒക്കെ കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ ഗിഫ്റ്റ് ഒക്കെ കിട്ടുമ്പോൾ ഈ അടുത്താണ് എനിക്ക് ആ ഗിഫ്റ്റ് കിട്ടിയില്ല, ഞാൻ തെറ്റായ അല്ല സോറി പ്രൊഫഷണൽ ജഡ്ജ്മെന്റ് കറക്റ്റായിട്ട് എഴുതി കഴിഞ്ഞാൽ എനിക്ക് അടുത്തവണ ആ ഗിഫ്റ്റ് കിട്ടിയില്ലെങ്കിലോ, അല്ലെങ്കിൽ എനിക്ക് കിട്ടേണ്ട ആ ഒരു ഹോസ്പിറ്റാലിറ്റി കിട്ടിയില്ലെങ്കിലോ, ആ ഒരു ട്രീറ്റ്മെന്റ് കിട്ടിയില്ലെങ്കിലോ എന്ന് വിചാരിച്ച് നമ്മളെ പ്രൊഫഷണൽ ജഡ്ജ്മെന്റ് കോംപ്രമൈസ് ചെയ്യാൻ പാടുള്ളതല്ല. ഓക്കെ, ഇതൊക്കെ ജസ്റ്റ് വായിച്ച് നിങ്ങളുടെ വേർഡ്സ് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. കീ വേർഡ്സുകൾ ഞാൻ ഹൈലൈറ്റ് ചെയ്ത് തരണം കേട്ടോ. ഡയറക്ടർ ആൻഡ് ഓഡിറ്റർ ക്ലയന്റ്.
അടുത്ത ഇംപ്ലിമെന്റേഷൻ 2/3. ഇംപ്ലിമെന്റേഷൻ എന്ന് വെച്ചാൽ ഇവിടെ എന്ന് വെച്ചാൽ ഇത്ര നേരം നമുക്ക് ഓരോ തരത്തിലാണ്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഭീഷണിപ്പെടുത്തുന്നു. ഇപ്പൊ ഉദാഹരണത്തിനൊക്കെ പറയുകയാണെങ്കിൽ നമ്മളെ ഗുണ്ടകളെ വെച്ച് ഭീഷണിപ്പെടുത്തുന്നു, കത്തി കാണിച്ച് പേടിപ്പിക്കുന്നു, അല്ലെങ്കിൽ നമ്മളെ എന്താണ് നീ തെറ്റായിട്ട് എഴുതി കഴിഞ്ഞാൽ നിന്റെ കുടുംബത്തെ ഞാൻ വെറുതെ വിടില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഭീഷണിപ്പെടുത്തുകയൊക്കെ ആണെങ്കിൽ അവിടെ എന്തുണ്ടാവൂല, അവിടെ പ്രൊഫഷണൽ ക്രിറ്റിസിസം ചെയ്യാനും നമുക്ക് പറ്റൂല, നമ്മൾ നിഷ്പക്ഷമായിട്ട് നമുക്ക് നിൽക്കാൻ പറ്റൂല, നമ്മുടെ സക്സസിനെ നമുക്ക് കാണിക്കാൻ പറ്റില്ല. സോ ഒരു ഓഡിറ്റിന് വേണ്ട ഈ കാര്യങ്ങളൊന്നും നമുക്കില്ല, ഇല്ലാതെയായി പോകും. സോ അങ്ങനെയുള്ളതും നമുക്ക് എടുക്കാൻ പറ്റൂല. എന്താണ് അവിടുത്തെ ആക്ടിങ് ഒബ്ജക്റ്റിവിറ്റി, അഡ്വക്കേറ്റ് ഡിഗ്രി ഓഫ് പെർസ്പെക്റ്റിസം, ഇതൊക്കെ ത്രെഡ് ഇൻഡിപെൻഡന്റ് ത്രെഡ് കാരണം നമുക്ക് ഇതൊക്കെ നഷ്ടമാക്കാൻ സാധ്യതയുണ്ട്. സോ അങ്ങനെയുള്ളപ്പോഴും നമുക്ക് ഇതൊക്കെ ത്രെഡ്സ് ആണ്. ഓക്കെ, ഇതൊക്കെ എന്തൊക്കെ ത്രെഡ്സ് ആണെന്ന് പറഞ്ഞേക്കാം കേട്ടോ. ഇൻഡിപെൻഡൻസ് ആണ് ത്രെഡ്സ് എന്തൊക്കെയാണ്. ഒന്ന്, സെൽഫ് ഇൻട്രസ്റ്റ് ത്രെഡ്സ് ഉണ്ട്, നമുക്ക് സ്വയമേ ഇൻട്രസ്റ്റ് ഉള്ള ത്രെഡ്സ്. പിന്നെ സെൽഫ് റിവ്യൂ ത്രെഡ്സ്. ഓക്കെ, സെൽഫ് ഇൻട്രസ്റ്റ് ഉണ്ട്, പിന്നെ സെൽഫ് റിവ്യൂ ത്രെഡ്സ്, അഡ്വക്കേറ്റ് ത്രെഡ്സ്, പിന്നെ ഫെമിനാലിറ്റി ത്രെഡ്സ്, അതുപോലെ ഇൻഡിപെൻഡൻസ് ഓഫ് ത്രെഡ്സ്. ഇൻഡിപെൻഡൻസ് ഓഫ് ത്രെഡ്സ്, ഇങ്ങനെ 5 സെറ്റ്സ് ആണ് നമുക്കുള്ളത്. ഇനി എങ്ങനെ നമുക്ക് അതിനെ സേഫ് ഗാർഡ് ചെയ്യാം, എങ്ങനെ നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാം, നമ്മുടെ സ്വാതന്ത്ര്യം നമുക്ക് എങ്ങനെ സുരക്ഷിതമാക്കി ഷീൽഡ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ബ്ലോക്ക് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഡിഫെൻഡ് ചെയ്യാൻ പറ്റും എന്ന് നോക്കാം. ഇവിടെ നമുക്ക് എന്താണ് പ്രധാനമായിട്ട് 4 പോയിന്റ്സ് ആണ് വരിക. ഇഷ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ത്രെഡ്സിനെയാണ് കാണുന്നത്. അപ്പൊ ഇവിടെ ഈ കാര്യങ്ങളൊക്കെ ഈ 4 പോയിന്റ്സ് ആണ് പറയുന്നത്. ഒന്നാമത്തെ എന്ന് പറയുന്നത് ബി ആൻഡ് അപ്പിയറൻസ് ഇൻ ഇൻഡിപെൻഡൻസ്. ബി ആൻഡ് അപ്പിയറൻസ് ഇൻഡിപെൻഡൻസ് നമ്മൾ പറഞ്ഞു ഇൻഡിപെൻഡൻസ് ഇൻ മൈൻഡ്, അതാണ് ബി എന്ന് പറയുന്നത്. അപ്പം ഇൻഡിപെൻഡൻസ് ഓഫ് മൈൻഡ് ഉണ്ടായിരിക്കണം, അപ്പിയറൻസിൽ നമ്മൾ എന്തായിരിക്കണം, ഇൻഡിപെൻഡന്റ് ആയിരിക്കണം. രണ്ടാമത്തെ എന്ന് പറയുന്നത് നമ്മളെ കൺസിഡർ വെദർ ഇറ്റ് ഇൻവോൾവ്സ് ത്രെഡ് ഓൾ. നമ്മൾ ഓർക്കുക, ബിഫോർ ടേക്കിംഗ് നമ്മൾ വർക്ക് എടുക്കുന്ന മുമ്പായിട്ട് നമ്മൾ നോക്കേണ്ടത് എന്താണ്, കോൺഷ്യൻസ് ആയിരിക്കണം. എന്താ ഇവിടെ എന്തെങ്കിലും ത്രെഡ്സ് ഉണ്ടോ, അവിടെ എന്തെങ്കിലും ത്രെഡ്സ് ഉണ്ടായിട്ടുണ്ടോ എന്നൊരു ചിന്ത ഉണ്ടായിരിക്കണം. എന്നിട്ട് മാത്രമേ നിങ്ങൾക്ക് അത് എടുക്കാൻ പറ്റുള്ളൂ. അത് സേഫ് ഗാർഡ് ചെയ്യണം. ത്രെഡ് ഉണ്ടാവാൻ സാധ്യതയുണ്ടോ, നമ്മുടെ സ്വാതന്ത്ര്യം നഷ്ടമാക്കാൻ സാധ്യതയുണ്ടോ എന്ന് നോക്കണം. മൂന്നാമത്തെ എന്ന് പറയുന്നത് when such status അങ്ങനത്തെ ത്രെഡ്സ് എക്സിസ്റ്റ് ചെയ്തുണ്ടെങ്കിൽ എന്താണ്, ഡിസൈൻ ഫ്രം ദ ടാസ്ക് ഓർ എന്താണ് എലിമിനേറ്റ് ദ ത്രെഡ് ഓർ at the very least ഓക്കെ കേട്ടോ, സോറി. അതുപോലെ പേസ് സേഫ് ഗാർഡ് ഞാൻ പറയാവേ. ഇവിടെ നമ്മൾ പറയുന്നത് സച്ച് ത്രെഡ്സ് അങ്ങനെ ത്രെഡ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഡിസൈഡ് ഫ്രം ദ ടാസ്ക്, നമ്മൾ ആ ടാസ്കിൽ നിന്ന് മാറി നിൽക്കുകയോ അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ആ ഒരു ത്രെഡ്സിനെ നമ്മൾ റിമൂവ് ചെയ്ത് കളയുകയോ ചെയ്യണം. നമ്മൾ എന്ത് ചെയ്യണം, എന്നിട്ട് സേഫ് ഗാർഡ് ആയിരിക്കണം. നമ്മുടെ ത്രെഡ് കുറയ്ക്കാൻ വേണ്ടി, നമുക്കത് അപ്സെറ്റ് ചെയ്യണമെങ്കിൽ അത് ത്രെഡ് കുറയ്ക്കാൻ വേണ്ടി സേഫ് ഗാർഡ് ആയെങ്കിൽ മാത്രമേ നമുക്ക് വർക്ക് എടുക്കാൻ പറ്റുള്ളൂ. നാലാമത്തെ എന്ന് പറഞ്ഞാൽ അൺഎബിൾ ടു ഫുള്ളി ഇംപ്ലിമെന്റ് ക്രെഡിറ്റിബിലിറ്റി ആൻഡ് സേഫ് ഗാർഡ് ദെൻ ഹി ഈസ് മോസ്റ്റ് നോട്ട് അപ്സെറ്റ് ദ വർക്ക്. ഇപ്പൊ എന്താണ് ഓഡിറ്റിന് അൺഎബിൾ ടു ഫുള്ളി ഇംപ്ലിമെന്റ്, നമുക്ക് ഫുള്ളി ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റില്ല, സേഫ് ഗാർഡ് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെയാണെങ്കിലോ ഹി മസ്റ്റ് നോട്ട് അപ്സെറ്റ് വർക്ക്, നമ്മൾ അപ്സെറ്റ് വർക്ക് ചെയ്യാനേ പാടില്ല. നമുക്ക് പറ്റൂല, നമുക്ക് ത്രെഡ് ഉണ്ട്, നമ്മുടെ സ്വാതന്ത്ര്യം നഷ്ടമാകും എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്കത് മാറ്റാൻ പറ്റുമോ എന്ന് നോക്കണം. മാറ്റാൻ പറ്റൂല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ, സേഫ് ഗാർഡ് ഇടാൻ പറ്റില്ല. സേഫ് ഗാർഡ് ഇല്ലാത്ത നമ്മൾ എന്ത് ചെയ്യാൻ പറ്റില്ല, ആ വർക്ക് എടുക്കാൻ പാടില്ല. നമ്മൾ എന്ത് ചെയ്യണം, വേണ്ട എന്ന് വെക്കണം. എനിക്ക് സ്വതന്ത്രമായിട്ട് നിന്ന് ചെയ്യാമെങ്കിൽ മാത്രമേ ഞാൻ എന്ത് ചെയ്യുള്ളൂ, ആ വർക്ക് എടുക്കാൻ പാടുള്ളൂ. അതാണ് ഒരു ഓഡിറ്ററിന്റെ എത്തിക്സ് എന്ന് പറയുന്നത്, അല്ലെ എന്റെ ഒരു ഇത്. അപ്പം നമ്മൾ പറഞ്ഞു ഇത് സേഫ് ഗാർഡ് ഓഫ് ഇൻഡിപെൻഡൻസ് ആണ്. നാലെണ്ണം. ഒന്നാമത്തെ എന്താ, അപ്പിയറൻസിൽ ഇൻഡിപെൻഡന്റ് ആയിരിക്കാം, മൈൻഡിൽ ഇൻഡിപെൻഡൻസ് ആയിരിക്കാം. അപ്പം ബി ആൻഡ് അപ്പിയർ ഇൻ ഇൻഡിപെൻഡന്റ് ഇൻ അപ്പിയറൻസ്. രണ്ടാമത്തെ എന്ന് പറയുന്നത് എന്താണ്, വെദർ ഇൻഡിപെൻഡൻസ് ഓഫ് ഇൻഡിപെൻഡൻസ്. നമ്മൾ ഒരു വർക്ക് എടുക്കുന്ന മുമ്പ് നമ്മൾ ചിന്തിക്കാൻ എന്താ, അല്ലെങ്കിൽ നോക്കണം, കോൺഷ്യസ് ആയിരിക്കണം, അവിടെ നിന്ന് ത്രെഡ്സ് ഉണ്ടാവാൻ സാധ്യത നമ്മുടെ ഇൻഡിപെൻഡൻസിനെ അഫക്റ്റ് ചെയ്യുവോ. അങ്ങനെ അല്ലെങ്കിൽ ത്രെഡ്സ് ഉണ്ടെങ്കിൽ അതിനെന്ത് ചെയ്യുക, പ്രൊട്ടക്ട് ചെയ്യുക, സേഫ് ഗാർഡ് ചെയ്യുക, അതിനെ റിമൂവ് ചെയ്യുക, അതിനെ എലിമിനേറ്റ് ചെയ്ത് പുറത്ത് കളയുക. അങ്ങനെ മൊത്തത്തിൽ കളയാൻ വേണ്ടി നമുക്കൊരു ക്രെഡിറ്റിബിലിറ്റി എടുക്കാൻ പറ്റുന്നില്ല, ഫുള്ളി നമുക്ക് പറ്റുന്നില്ല എങ്കിൽ, നമുക്കൊരു സേഫ് ഗാർഡ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, വർക്ക് എടുക്കാതിരിക്കുക. ഇനി പ്രൊഫഷണൽ സ്കെപ്റ്റിസം എന്താണ്, പ്രൊഫഷണൽ സ്കെപ്റ്റിസം.
Professional skepticism. Okay. Professional skepticism കുറിച്ച് പറയുമ്പോൾ refer to attitude that includes a questioning mind. നമുക്ക് എന്താണ് ഒരു questioning mind ഉണ്ടായിരിക്കണം. ഒരു തെറ്റുണ്ടാവാൻ സാധ്യതയുണ്ടോ എന്ന ചിന്ത മൈൻഡിൽ ഉണ്ടാവണം. ബി അലർട്ട് ടു കണ്ടീഷൻ വിച്ച് മേ ഇൻഡിക്കേറ്റ് പോസിബിൾ മിസ്റ്റേറ്റ്മെന്റ്. അവിടെ എന്തെങ്കിലും മിസ്റ്റേറ്റ്മെന്റ് വരാനുള്ള പോസിബിലിറ്റി ഉണ്ടോ എന്ന് നമ്മൾ എപ്പോഴും ജാഗരൂകരായിരിക്കണം. എന്ത് കാരണം? അവിടെ ഒരു എറർ കാണാം. ഡ്യൂ ടു എറർ, എന്തെങ്കിലും തെറ്റുകൾ കാരണം. ഓർ ഫ്രോഡ്, എന്തെങ്കിലും കുറ്റം കാണിച്ചതിന്റെ ഭാഗത്ത്. ഫ്രോഡ് എന്ന് വെച്ചാൽ നമ്മൾ അറിഞ്ഞുകൊണ്ടൊരു തെറ്റ് കാണിച്ചിട്ടുണ്ടോ, അവർ എന്തെങ്കിലും തെറ്റ് കാണിച്ചിട്ടുണ്ടാവോ, അല്ലെങ്കിൽ വെച്ചാൽ അബദ്ധത്തിൽ തെറ്റ് പറ്റിയിട്ടുണ്ടോ, അല്ലെങ്കിൽ നമ്മളെ ഓഡിറ്റ് എവിഡൻസ് ക്രിട്ടിക്കൽ അസൈൻമെന്റ്സ്, അതിന്റെ ക്രിട്ടിക്കൽ അസൈൻമെന്റ്സ് ഓഫ് ഓഡിറ്റ് എവിഡൻസ് ഉണ്ടാവോ. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. Personal skepticism include being alerted. അതിന് എക്സാമ്പിൾസ് ആണ്. Personal skepticism include being alerted. അതിൽ പറയുന്നത് എന്താണ്? Consider other audit evidence. Audit evidence that contain audit evidence that contradicts other audit evidence obtained. ഓഡിറ്റ് എവിഡൻസിന് വേണ്ടി മറ്റേതെങ്കിലും ഓഡിറ്റ് എവിഡൻസ് ആവശ്യമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അത് കൊണ്ടുവരണം. അതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പ്രൊഫഷണൽ സ്കെപ്റ്റിസം നമുക്ക് ആ ക്വസ്റ്റ്യൻ മൈൻഡിൽ കൃത്യമായിട്ട് എത്താൻ പറ്റുള്ളൂ. നമുക്കൊരു എൻട്രി ഡൗട്ട് വന്നു, അതിനുവേണ്ടി നമ്മൾ എന്താണ് ഓഡിറ്റ് എവിഡൻസ് ചോദിച്ചപ്പോൾ അവർ അത് കൊണ്ടുവന്നു. പക്ഷെ നമുക്ക് ആ ഓഡിറ്റ് എവിഡൻസിന് മേലൊരു ഡൗട്ട് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് വീണ്ടും അതിന് വേണ്ടിയുള്ള ഓഡിറ്റ് എവിഡൻസ് ചോദിക്കാം. ഓക്കെ, ചോദിച്ച് നമുക്ക് അത് ഒബ്റ്റെയിൻ ചെയ്യണം. അടുത്ത ഇൻഫർമേഷൻ ക്വസ്റ്റ്യൻ ദ റിലയബിലിറ്റി ഓഫ് ഡോക്യുമെന്റ്സ്. നമ്മൾ എന്ത് ചെയ്യണം? ഒരു ഇൻഫോർമേഷൻ നമുക്ക് ബ്രിങ് ടു ക്വസ്റ്റ്യൻ, നമുക്കൊരു ഇൻഫോർമേഷൻ ക്വസ്റ്റ്യൻ മൈൻഡിലേക്ക് എത്തി, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ എത്തിയെങ്കിൽ നമുക്ക് അതിന്റെ റിലയബിലിറ്റിക്ക് വേണ്ട ഡോക്യുമെന്റ്സ് നമുക്ക് എൻക്വയറി ചെയ്യാം. അതുപോലെ തന്നെ കണ്ടീഷൻ ദാറ്റ് മേ ഇൻഡിക്കേറ്റ് പോസിബിൾ. ഓരോ കണ്ടീഷൻസ് അതൊരു ഫ്രോഡ് വരാനുള്ള സാധ്യതയുണ്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന കണ്ടീഷൻസ് ഉണ്ടെന്ന് നോക്കാം. അതുപോലെ തന്നെ എന്താണ് ഓഡിറ്റ് പ്രൊസീജിയർ ഇൻ അഡീഷൻ ടു ദോസ് സെക്യൂർഡ് എസ്സേസ്. നമ്മൾ എസ്സേ അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം? ആ ഒരു എസ്സേനെ ഫോളോ. ഇപ്പൊ നമ്മൾ പറഞ്ഞ ഓഡിറ്റ് എവിഡൻസ് എന്താണ്? അതിന് വേണ്ടി വേറെ ഓഡിറ്റ് എവിഡൻസ് വേണമെങ്കിൽ നമ്മൾ അത് ഒബ്റ്റെയിൻ ചെയ്യണം എന്ന്. ഇപ്പൊ നമ്മൾ പറയാണ് നമ്മുടെ ബാങ്ക് ബാലൻസ് നോക്കാൻ വേണ്ടി നമ്മൾ ക്യാഷ് ബുക്ക് കൊണ്ടുവന്നു. ക്യാഷ് ബുക്ക് ഒക്കെ നോക്കി നമുക്കൊരു എമൗണ്ട്, അപ്പൊ അതിനൊരു ചെറിയ ഡൗട്ട് ഒക്കെ വന്നു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? അവരുടെ പാസ്ബുക്ക് ചോദിക്കാം, പാസ്ബുക്ക് കിട്ടും. ഓക്കെ, ഇനി അതല്ലെങ്കിൽ അങ്ങനെ ഓരോ കാര്യങ്ങൾ നമുക്ക് നോക്കാൻ പറ്റും കേട്ടോ. അടുത്ത, മെയിൻറ്റെയിൻ ദ പ്രൊഫഷണൽ സ്കെപ്റ്റിസം ത്രൂ ഔട്ട് ദ ഓഡിറ്റ് ഈസ് നെസസറി ഇഫ് ദ ഓഡിറ്റർ ഈസ് റെഡ്യൂസ് ദ റിസ്ക്. നമ്മൾ എന്താണ് പ്രൊഫഷണൽ സ്കെപ്റ്റിസം ആ ഓഡിറ്റ് തീരുന്ന വരെ നമ്മൾ എന്ത് ചെയ്യണം? കണ്ടിന്യൂസ് ചെയ്യണം. അതെന്താണ്? റിസ്ക് കുറയ്ക്കാൻ സഹായിക്കും. എന്താണ്? ഔട്ട്ലുക്കിംഗ് ടു അൺയൂഷ്വൽ സർക്കംസ്റ്റാൻസ്, ഔട്ട്ലുക്കിംഗ് ടു അൺയൂഷ്വൽ സർക്കംസ്റ്റാൻസ്, ഓവർ ജനറലൈസേഷൻ when drawing conclusion from the audit observation, using inappropriate assumption to determine the nature, timing, and extent of audit procedure, evaluating the result thereof. Inappropriate assumptions determine the nature, അതുപോലെ ടൈമിംഗ്, അതുപോലെ extent of the audit procedures, evaluating the result thereof ആണ് കേട്ടോ. അടുത്തത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ essay 210 ആണ്. essay 210 essay 210 എന്താണ്? എന്തിലാണ് അത് ഡീൽ ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. എഗ്രി ഇൻ ദ ടേംസ് ഓഫ് ഓഡിറ്റ് എൻഗേജ്മെന്റ്. എഗ്രി ഇൻ ദ ടേംസ് ഓഫ് ഓഡിറ്റ് എൻഗേജ്മെന്റ്. ഇതാണ് എന്താ essay 210 എന്ന് പറയുന്നത്. essay 210 എന്താണ്? എഗ്രി ഇൻ ദ ടേംസ് ഓഫ് ഓഡിറ്റ് എൻഗേജ്മെന്റ് കേട്ടോ. അതൊരു ഇതുപോലെ ഓർത്തിരുന്നാൽ മതി. ഓക്കെ, നമുക്ക് ഓരോ സ്റ്റേജും അങ്ങനെ പഠിച്ചെടുക്കാം കേട്ടോ. അടുത്ത, ദിസ് ഒബ്ജക്റ്റീവ് ഓഫ് ഓഡിറ്റർ ഈസ് ടു അപ്സെറ്റ് ഓർ കണ്ടിന്യൂസ് അല്ലെ. ഇപ്പൊ ഒബ്ജക്റ്റീവ് ഓഫ് ഓഡിറ്റർ, ഓഡിറ്ററിന്റെ ഒബ്ജക്റ്റീവ് എന്തൊക്കെയാണ് അല്ലെ? എന്തിന്റെ പ്രകാരം? എസ് എ എസ് എ
അവിടെ ഇത് നോക്കണെന്ന് വെച്ച് കഴിഞ്ഞാൽ SA-210 പ്രകാരം ഇൻ അക്കൗണ്ട്സ് വിത്ത് SA-210 അതിന്റെ പ്രകാരം ഓഡിറ്റിന്റെ ഒബ്ജക്റ്റീവ് എന്തൊക്കെയാണ് എന്നാണ് നോക്കാൻ കേട്ടോ. നോക്കിയാൽ എന്താണ് ടു അപ്സെറ്റ് ഓർ കണ്ടിന്യൂസ് ഓൺ ഓഡിറ്റ് അഗ്രിമെന്റ് ഓൺലി വെൻ ബേസ്ഡ് അപ്പോൺ ദ പെർഫോംഡ് ത്രൂ. അപ്സെറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അത് മുമ്പോട്ട് കൊണ്ടുപോകണമെങ്കിൽ താഴെ പറയുന്ന കാര്യങ്ങൾ ഉണ്ടായിരിക്കണം. എന്തൊക്കെയാണ്? എസ്റ്റാബ്ലിഷിംഗ് പ്രീ കണ്ടീഷൻസ് ആർ പ്രസന്റ്. പ്രീ കണ്ടീഷൻസ് നോക്കണം, അവിടെ എന്തെങ്കിലും പ്രീ കണ്ടീഷൻസ് ഉണ്ടോ ഓഡിറ്റ് നടത്താൻ വേണ്ടി എന്ന്. അതേപോലെ തന്നെ കോമൺ അണ്ടർസ്റ്റാൻഡിങ് ബിറ്റ്വീൻ ദ ഓഡിറ്റർ ആൻഡ് മാനേജ്മെന്റ്. എന്താണ് രണ്ടുപേരും തമ്മിൽ നല്ലൊരു ധാരണ ഉണ്ടാകും. ഓഡിറ്ററും ഒരു ക്ലയന്റ് മാനേജ്മെന്റുമായിട്ട് നല്ല ധാരണ ഉണ്ടാവണം. അണ്ടർസ്റ്റാൻഡ് ചെയ്യാത്ത കാര്യങ്ങൾ മനസ്സിലാക്കിയ ശേഷം മാത്രം, കൺഫേം ചെയ്ത ശേഷം മാത്രമേ വർക്ക് നമ്മൾ ചെയ്യാൻ പാടുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ എന്താണ് ദോസ് ചാർജ് ഓഫ് ദി ഗവേണൻസ് ഓഫ് ദ ഓഡിറ്റർ ഓഫ് ദ ടൈംസ് ഓഫ് ദ ഓഡിറ്റർ എൻഗേജ്. ഓഡിറ്റർ ടൈംസ് അല്ലെ, ഓഡിറ്റ് ടൈംസ് എന്തൊക്കെയാണ് ഓഡിറ്റ് എൻഗേജ്മെന്റിൽ കൃത്യമായ ഒരു എഗ്രിമെന്റിൽ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. അപ്പൊ ഉദാഹരണത്തിന് ഒരു കാര്യം പറയാമെങ്കിൽ ഓഡിറ്റ് ഒരു തുക പറഞ്ഞു ഓഡിറ്റ് ചെയ്യാൻ വേണ്ടി. അപ്പൊ അത് എന്തിനൊക്കെ ഇൻവോൾവ് ആണ്, അത് ഫീസ് മാത്രമാണോ അല്ലെങ്കിൽ ഫുൾ ചെലവാണോ എന്നൊക്കെ മറ്റാൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ അത് വ്യക്തമായിട്ട് സംസാരിച്ച് അതിന് കൃത്യമായിട്ട് ടേംസ് വെച്ചിട്ട് മാത്രമേ മുമ്പോട്ട് പോകാൻ പാടുള്ളൂ. അത് കഴിയുമ്പോൾ പിന്നെ പാടല്ലേ. പിന്നെ പെർ കണ്ടീഷൻസ് ഫോർ ആൻ ഓഡിറ്റ്. എന്തൊക്കെയാണ് പെർ കണ്ടീഷൻസ് വരിക അല്ലെ? വാട്ട് ആർ ദ പെർ കണ്ടീഷൻസ് ഫോർ ഓഡിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇവിടെ യൂസ് ബൈ മാനേജ്മെന്റ് ഓഫ് അക്സെപ്റ്റബിൾ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഫ്രെയിംവർക്ക്. നമുക്ക് അവിടെ അപ്സെറ്റ് ചെയ്യുന്ന AFRന്റെ ബേസിസിലാണോ നമ്മൾ എന്താണ് പ്രിപ്പറേഷൻ ചെയ്തേക്കണം, എന്താ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്തേക്കണേ. എഗ്രിമെന്റ് ഓഫ് മാനേജ്മെന്റ് ടു ബി പ്രിഫറൻസ് ഓൺ ദ ഓഡിറ്റ് കണ്ടീഷൻ. എഗ്രിമെന്റ് ഓഫ് മാനേജർ പ്രിഫറൻസസ് ആണോ എന്താ ഓഡിറ്റ് കണ്ടക്ട് ചെയ്യാൻ വേണ്ടി. ജസ്റ്റ് ഈ ഒരു പോയിന്റ്സ് ഇങ്ങനെ തന്നെ ഓർത്തിട്ട് മതി കേട്ടോ. അടുത്ത ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് പറയുകയാണെങ്കിൽ ഡിറ്റർമൈൻ ചെയ്യണം എന്താ ഡിറ്റർമൈൻ ചെയ്യണം whether the financial reporting framework is accepted. ഈ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഫ്രെയിംവർക്ക് എന്ന് പറയുന്നത് അക്സെപ്റ്റബിൾ ആയിട്ടുള്ള കാര്യത്തിലാണോ അവർ എന്തെങ്കിലും ഫിനാൻഷ്യൽ പേയ്മെന്റ് ചെയ്തേക്കണം. ബാലൻസ് ഷീറ്റ് ഒക്കെ ഷെഡ്യൂൾ 3 പ്രകാരമാണോ, ഡെപ്രിസിയേഷൻ ഒക്കെ ഷെഡ്യൂൾ 2 പ്രകാരമാണോ എന്ന് അക്സെപ്റ്റബിൾ ചെയ്തേക്കുന്ന രീതിയിലാണോ, അക്സെപ്റ്റബിൾ ആയിട്ടുള്ള രീതിയിലാണോ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഫ്രെയിംവർക്ക് ചെയ്തേക്കണേ അല്ലയോ നോക്കണം. ഓക്കെ. രണ്ടാമത്തെ എഗ്രിമെന്റ് ഓഫ് മാനേജ്മെന്റ് that acknowledge and understand this responsibility. മാനേജ്മെന്റ് അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ടാണോ, റെസ്പോൺസിബിലിറ്റി അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ടാണോ എന്താ ഫോർ ദ പ്രിപ്പറേഷൻ ഓഫ് ഫിനാൻഷ്യൽ പേയ്മെന്റ്. ഫിനാൻഷ്യൽ പേയ്മെന്റ് പ്രിപ്പറേഷന്റെ സമയത്ത് ഫോർ പ്രിപ്പറേഷൻ അക്കൗണ്ട്സ് വിത്ത് AFRSന്റെ അക്കൗണ്ട്സ് പ്രകാരം ചാപ്റ്റിക്കൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഫ്രെയിംവർക്ക് പ്രകാരമാണോ, അവരുടെ റെലവന്റ് ആയ ഫെയർ റെപ്രസെന്റേഷൻസ് ഉണ്ടോ. അതേപോലെ തന്നെ എന്താണ് ഇന്റേണൽ കൺട്രോൾ എങ്ങനെയാണ്, അവിടെ ഇന്റേണൽ ആയിട്ട് എന്തെങ്കിലും കൺട്രോൾസ് ഉണ്ടോ ടൂറിസം അവരുടെ ഉള്ളിൽ തന്നെ തെറ്റുകൾ വരാതിരിക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ കൺട്രോൾസ് ഉണ്ടോ മാനേജ്മെന്റിനുണ്ടോ. നെസസറി ഫ്രീ ഫ്രം മിസ്സ്റ്റേറ്റ്മെന്റ്. അത് ഫിനാൻഷ്യൽ പേയ്മെന്റില് എന്താണ് തെറ്റ് വരാൻ പറ്റുന്നുണ്ടോ, അല്ലെങ്കിൽ ശരിയായിരിക്കോ, അല്ലെങ്കിൽ എററോ ഫ്രോഡ് വല്ലതും ഉണ്ടാവോ എന്നൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അവരുടെ ഇന്റേണൽ കൺട്രോൾ ഉണ്ടോ. അതുപോലെ അടുത്തതെന്ന് വെച്ചാൽ പ്രൊവൈഡ് ദ ഓഡിറ്റർ. ഓഡിറ്റിന് പ്രൊവൈഡ് ചെയ്യുക എന്താ വിത്ത് ആക്സസ് ഓഫ് ഓൾ ഇൻഫർമേഷൻ ഓഫ് വിച്ച് മാനേജ്മെന്റ് ഈസ് അവെയർ. മാനേജ്മെന്റിന് അറിവുള്ള എല്ലാ ഇൻഫർമേഷൻ ആക്സസ് ചെയ്യാനുള്ള റൈറ്റ് ഓഡിറ്ററിന് കൊടുക്കണം. ഓക്കെ. അതെന്താ പ്രിപ്പറേഷന് വേണ്ടി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ആസ് ദ റെക്കോർഡ് സച്ച് ഡോക്യുമെന്റ് ആൻഡ് അതർ മാറ്റേഴ്സ്. അതുപോലെ അഡീഷണൽ ഇൻഫർമേഷൻസ് എന്താണ് ഓഡിറ്റ് ചെയ്യാൻ വേണ്ടി ആവശ്യമായുള്ള അഡീഷണൽ ഇൻഫർമേഷൻസും പ്രൊവൈഡ് ദ ഓഡിറ്റർ ചെയ്യണം, ഓഡിറ്ററിന് കൊടുക്കണം. അതുപോലെ തന്നെ എന്താണ് അൺരജിസ്റ്റർഡ് ആക്സസ് ടു പേഴ്സൺ വിത്തിൻ ദ എൻറ്റിറ്റി ഫ്രം ഹോം ദ ഓഡിറ്റർ ഡിറ്റർമൈൻസ് ടു ഒബ്റ്റെയിൻ ഓഡിറ്റ് എവിഡൻസ്. ഓഡിറ്റേഴ്സിന് അൺരജിസ്റ്റർഡ് ആയിരിക്കണം ആക്സസ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യം ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. In order to establish whether the preconditions of audit are present. എന്താണ് precondition of audit എന്താണ് പ്രസൻസ് ആണ് എന്ന് നമ്മൾ നോക്കുന്നത് എന്തൊക്കെ രീതിയിലാണ്. നമുക്ക് രണ്ടായിട്ടുള്ളത്. ഒന്ന് എന്ന് പറയുന്നത് നമ്മൾ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഫ്രെയിംവർക്ക് അക്സെപ്റ്റബിൾ ആയ രീതിയിലാണോ ചെയ്തേക്കണേ നോക്കണം. എന്ന് പറയുന്നത് എന്താണ് എഗ്രിമെന്റ് ഓഫ് മാനേജ്മെന്റ് ദാറ്റ് ഈസ് അക്നോളജബിൾ ആൻഡ് അണ്ടർസ്റ്റാൻഡ് ദർ ഇസ് റെസ്പോൺസിബിലിറ്റി. നമ്മൾ മാനേജ്മെന്റ് എഗ്രി ചെയ്തേക്കണം. എഗ്രിമെന്റ് എന്ന് പറയുന്ന
അക്നോളജും അതുപോലെ തന്നെ അണ്ടർസ്റ്റാൻഡ് ദി റെസ്പോൺസിബിലിറ്റി എന്തൊക്കെയാണ് അണ്ടർസ്റ്റാൻഡ് ചെയ്യണം. ഒന്നാമത്തെ എന്ന് പറയുന്നത് പ്രിപ്പറേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്തിന്റെ ബേസിസിലായിരിക്കണം? AFRFന്റെ ബേസിസിലായിരിക്കണം. അതുപോലെ തന്നെ കമ്പനിയോ അല്ലെങ്കിൽ മാനേജ്മെന്റിനുള്ളിൽ ഇന്റർണൽ കൺട്രോൾസ് ഉണ്ടോ? എന്തിനാ? ഫ്രീ ഫ്രം ഇന്റർ മിസ്റ്റേക്മെന്റ് ഡ്യൂ ടു ഫ്രോഡ് ആൻഡ് എറർ കാരണമുള്ള, അതുകൊണ്ട് തന്നെ ചെക്ക് ചെയ്യാനായിട്ട് നമുക്ക് ഇന്റർണൽ കൺട്രോൾ ഉണ്ടോ? മൂന്നാമത്തെ എന്ന് പറയുന്നത് ഓഡിറ്ററിന് പ്രൊവൈഡ് ചെയ്യുന്നത് ആക്സസ് ഓഫ് ഓൾ ഇൻഫർമേഷൻ ഓർ റിലവന്റ് ഡേറ്റാസ് ഫോർ ദ പ്രിപ്പറേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. അതുപോലെ അതെന്തൊക്കെയാവാം? റെക്കോർഡ്സ് ആവാം, ഡോക്യുമെന്റ് ആവാം, അങ്ങനത്തെ തുടങ്ങിയ മറ്റു കാര്യങ്ങളൊക്കെ ആവാം. അഡീഷണൽ ഇൻഫർമേഷൻ എന്തായിരിക്കണം? ഓഡിറ്റ് ചെയ്യാൻ വേണ്ടി ആവശ്യമുള്ളത് കൊടുക്കണം. അതേപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള ആക്സസും കൊടുക്കണം. അടുത്ത വെച്ചാൽ എഗ്രിമെന്റ് ഓൺ ഓഡിറ്റ് എൻഗേജ്മെന്റ് ടേംസ് ആണ് നമ്മൾ നോക്കുന്നത്. അവിടെ നോക്കി കഴിയുമ്പോൾ ഓഡിറ്റ് ഷാൽ അഗ്രി ദ ടേംസ് ഓഫ് ഓഡിറ്റ് എൻഗേജ്മെന്റ് വിത്ത് മാനേജ്മെന്റുമായിട്ട് നമ്മൾ ചെയ്യണം ഓഡിറ്റ് എൻഗേജ്മെന്റ് those charged with governance as appropriate. അതുപോലെ തന്നെ the auditor engagement letter is sent by the auditor to his client. ക്ലയന്റ് എന്ത് ചെയ്യണം? എൻഗേജ്മെന്റ് ലെറ്റർ സെൻഡ് ചെയ്യണം. ഓക്കെ, നമ്മൾ നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം? ഓഡിറ്റ് എൻഗേജ്മെന്റ് ലെറ്റർ നമ്മൾ ആർക്ക് കൊടുക്കണം? ക്ലയന്റ്. നമ്മുടെ ക്ലയന്റ് ആരാണോ ആ ക്ലയന്റ് കൊടുക്കണം. ലെറ്ററിൽ എന്തൊക്കെയാണ് ഇൻക്ലൂഡ്സ് ആണെന്നൊക്കെ? ലെറ്റർ ഇൻക്ലൂഡ്സ് താഴെ പറഞ്ഞ കാര്യങ്ങളാണ് ലെറ്ററിൽ ഉണ്ടാവുക. അത് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഒന്നാമത്തെ വെച്ചാൽ ഒബ്ജക്റ്റീവ് ആൻഡ് സ്കോപ്പ് ഓഫ് ഓഡിറ്റ്. ആ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഓഡിറ്റ് ചെയ്യുന്ന ഒബ്ജക്റ്റീവ് സ്കോപ്പ് എന്താണ് അതിലുണ്ടായിരിക്കണം. അതുപോലെ തന്നെ റെസ്പോൺസിബിലിറ്റി ഓഫ് ഓഡിറ്റർ, ഒരു ഓഡിറ്ററിന്റെ റെസ്പോൺസിബിലിറ്റി എന്താണോ അത് മനസ്സിലാക്കണം. അല്ലെ, അതൊക്കെ അത് വ്യക്തമായിട്ട് ആ ലെറ്ററിൽ ഉണ്ടായിരിക്കണം. അതേപോലെ തന്നെ മാനേജ്മെന്റ് റെസ്പോൺസിബിലിറ്റി എന്താണോ അതും അതിലുണ്ടായിരിക്കണം. അതേപോലെ തന്നെ ഐഡന്റിഫിക്കേഷൻ ഓഫ് ദ AFRF ഫോർ ദ പ്രിപ്പറേഷൻ. ഏത് AFRF ആണ് എന്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ചെയ്തേക്കുന്നത് ഐഡന്റിഫിക്കേഷൻ ചെയ്യണം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടുള്ളത്. പിന്നെ ഓക്കെ, റെഫറൻസ് എന്ത്? ഫോം ആൻഡ് കണ്ടന്റ് ഓഫ് എനി റിപ്പോർട്ട്. എന്തെങ്കിലും എക്സ്പെക്ടഡ് ഫോമോ അല്ലെങ്കിൽ കണ്ടന്റ്സോ റിപ്പോർട്ടിൽ ഇഷ്യൂഡ് ബൈ ദ ഓഡിറ്റ് ആൻഡ് സ്റ്റേറ്റ്മെന്റ് there are maybe circulating which report may differ. എന്താ റെഫറൻസ് ഉണ്ടാവോ? അല്ലെങ്കിൽ റെഫറൻസ് എക്സ്പെക്ട് ചെയ്യുന്ന എന്താണ്? ഒരു ഫോമിലെ കണ്ടക്ട് ആണോ അല്ലെങ്കിൽ റിപ്പോർട്ട്സ് ആണോ എന്നത് നോക്കണം. ഇതൊക്കെയാണ് എന്താ ലെറ്റർ ഇൻക്ലൂഡ്സ്. ഇപ്പൊ ലെറ്റർ ഇൻക്ലൂഡ്സ് ആയ കാര്യങ്ങൾ ഒന്നാമത്തെ വെച്ചാൽ ഓഡിറ്റിന്റെ ഒബ്ജക്റ്റീവ് സ്കോപ്പ് എന്താണ്. രണ്ട് എന്താണ്? റെസ്പോൺസിബിലിറ്റി ഓഫ് ദ ഓഡിറ്റർ ആണ്. മൂന്ന് എന്ന് പറയുന്നത് റെസ്പോൺസിബിലിറ്റി ഓഫ് ദ മാനേജ്മെന്റ് ആണ്. നാല് ഐഡന്റിഫൈ ദ ആപ്ലിക്കബിൾ ഫ്രെയിംവർക്ക്, അല്ലെ, ആപ്ലിക്കബിൾ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഫ്രെയിംവർക്ക് എന്തൊക്കെയാണ്? AFRF. അതേപോലെ തന്നെ റെഫറൻസ്. ഓക്കെ, ഫോംസ് കണ്ടക്ട് ഓഫ് റിപ്പോർട്ട്. അടുത്തത് എൻഗേജ്മെന്റ് ലെറ്ററിന്റെ ഒരു എക്സാമ്പിൾ ആണ്, ജസ്റ്റ് വായിച്ചു വിട്ടാണ് കേട്ടോ. ഇനി അടുത്ത വാട്ട് ഹാപ്പൻ ഇഫ് പ്രീകണ്ടീഷൻ ഫോർ ഓഡിറ്റ് ഈസ് നോട്ട്. പ്രീകണ്ടീഷൻസ് ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ആണ് പ്രീകണ്ടീഷൻസ് ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഓക്കെ, പ്രീകണ്ടീഷൻ ഇല്ലെങ്കിൽ എന്തൊക്കെ സംഭവിക്കും നമുക്ക് നോക്കാം. പ്രീകണ്ടീഷൻസ് ഇല്ലെങ്കിൽ അണ്ടർലൈൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നോക്കാം. Precondition for audit are no present. Preconditions present അല്ലെങ്കിൽ the audit shall discuss the matters which manage. അത് എന്തൊക്കെ കാര്യങ്ങളാണ് മാനേജ്മെന്റുമായിട്ട് ഡിസ്കസ് ചെയ്യണം. unless required by law or regulation to do so. unless എന്താ ലോയ്ക്കോ അല്ല റെഗുലേഷനോ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും the auditor shall not upset the proposed audit engagement. അങ്ങനെ കൃത്യമായിട്ട് നൽകിയിട്ടില്ല പ്രീകണ്ടീഷൻസ് ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? അതിനെ ഓഡിറ്റ് എൻഗേജ്മെന്റ് നടത്താൻ അപ്സെറ്റ് ചെയ്യാൻ പാടില്ല. എന്തൊക്കെയാണ് ലിമിറ്റേഷൻ ആക്കി പറയണേ? ഈ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഫ്രെയിംവർക്ക് അൺഅക്സെപ്റ്റബിൾ. നമ്മളിപ്പോ ഫിനാൻഷ്യൽ റിപ്പോർട്ട് ഫ്രെയിംവർക്ക് ഒക്കെ ചെയ്തു. ഓക്കെ, അതെന്താണ്? അൺഎക്സ്പെക്റ്റബിൾ ആയിട്ടുള്ള രീതിയിലാണ് ചിലക്കണേ. AFRF ചില ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കിയേക്കണേ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണ്ട? അപ്സെറ്റ് ചെയ്യേണ്ട ആവശ്യം ഇല്ല. ഓക്കെ, പ്രീ കണ്ടീഷൻ ഇല്ലാത്തതുകൊണ്ട് കേട്ടോ. അതേപോലെ തന്നെ വെച്ചാൽ നോക്കണം ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഫ്രെയിംവർക്ക് അക്സെപ്റ്റബിൾ ആയിട്ടുള്ള രീതിയിലാണോ, നിയമനിഷ്കരിച്ച രീതിയിലാണോ എന്താണ് ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ചെയ്തേക്കണേ. അതേപോലെ എഗ്രിമെന്റ് ഓഫ് മാനേജ്മെന്റ് എഗ്രിമെന്റ് അതാണ് നോട്ട് ഒബ്റ്റൈൻ ചെയ്തിട്ടില്ലെങ്കിൽ എന്താണ്
റെസ്പോൺസിബിലിറ്റി ഓഫ് മാനേജ്മെന്റ് റെസ്പോൺസിബിലിറ്റി എന്താണ്? ഇന്റേണൽ കൺട്രോൾ ഉണ്ടോ ഇല്ലയോ, എന്തൊക്കെ ഇൻഫർമേഷൻ ആണ് ആക്സസ് ഉള്ളത് എന്നൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഓഡിറ്റ് പെർഫോമൻസ് അല്ലെ എടുക്കാനൊക്കെ ആയിട്ട് പറ്റുള്ളൂ. കാരണം എന്താ, അല്ലെങ്കിൽ നമുക്ക് എടുക്കാൻ പാടില്ല. ഓഡിറ്റ് ഷാൽ നോട്ട് അപ്സെറ്റ് ദ പ്രൊപ്പോഷണൽ ഓഡിറ്റ് എൻഗേജ്മെന്റ്. ഈ പറയുന്ന രീതിയിലുള്ള എൻഗേജ്മെന്റ് അപ്സെറ്റ് ചെയ്യാൻ പാടില്ല, ഓഡിറ്റ് എൻഗേജ്മെന്റ് നടത്താൻ പാടില്ല. ഏതൊക്കെ രീതിയിലാ? അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഫ്രെയിംവർക്ക് ഉണ്ടെങ്കിൽ, അതേപോലെ തന്നെ എഗ്രിമെന്റ് ഓഫ് മാനേജ്മെന്റ് നോട്ട് ഒബ്റ്റൈൻ ആണെങ്കിൽ, എന്താ റെസ്പോൺസിബിലിറ്റി ഓഫ് മാനേജർ ഇല്ല, ഇന്റേണൽ കൺട്രോൾ അല്ല, നമുക്ക് ആക്സസ് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് തീർക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മുടെ പ്രൊഫഷണൽ ജഡ്ജ്മെന്റ് അതിനെ അഫക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. അടുത്ത എന്തൊക്കെയാണ് ലിമിറ്റേഷൻ? ലിമിറ്റേഷൻ സ്കോപ്പ് ടു ഓഡിറ്റ് എൻഗേജ് ആസ്പെക്ടൻസ്. ഓഡിറ്റ് എൻഗേജ് ആസ്പെക്ടൻസിന് ഉള്ള ലിമിറ്റേഷൻസ് എന്തൊക്കെയാണ് നോക്കാം. ഇഫ് മാനേജ്മെന്റ് ഓർ ദോസ് ചാർജ് വിത്ത് അധികാരപ്പെട്ട ആൾക്കാരെ അല്ലെങ്കിൽ മാനേജ്മെന്റോ എന്താണ് ഇമ്പോസ് ലിമിറ്റേഷൻ ഇൻ ദ സ്കോപ്പ് ഓഫ് ഓഡിറ്റ് വർക്ക്സ്. ഓഡിറ്റ് വർക്കിന് എന്തെങ്കിലും ലിമിറ്റേഷൻ വെക്കുകയാണെങ്കിൽ, ഇമ്പോസ് ലിമിറ്റേഷൻ ഓൺ ദ സ്കോപ്പ് ഓഫ് ഓഡിറ്റ് വർക്കിന്റെ സ്കോപ്പിന് ലിമിറ്റേഷൻ ഉണ്ടെങ്കിൽ, ഇമ്പോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഓഡിറ്റ് ബിലീവ് ദ ലിമിറ്റേഷൻ, ഓഡിറ്റ് വിശ്വസിക്കുകയാണ് ആ ലിമിറ്റേഷൻ എന്ന് പറയുന്ന ഡിസ്ക്ലെയിമിങ് ആൻഡ് ഒപ്പീനിയൻ, നമ്മുടെ ഒപ്പീനിയനെ അഫക്ട് ചെയ്യും അല്ലെ, ഒപ്പീനിയൻ വരും. ഷാൽ നോട്ട് അപ്സെറ്റ് ദ ലിമിറ്റഡ്. അങ്ങനെ ലിമിറ്റഡ് ആയിട്ടുള്ള എൻഗേജ്മെന്റ് നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, അപ്സെറ്റ് ചെയ്യേണ്ട ആവശ്യം ഇല്ല. ഓക്കെ, നമുക്ക് നമ്മുടെ ജോലി നമുക്ക് സ്വാതന്ത്ര്യം ഉണ്ടാവണം, ഇൻഡിപെൻഡൻസ് ആയിരിക്കണം. അതേപോലെ തന്നെ നമുക്ക് സത്യസന്ധമായിട്ട് പെരുമാറാൻ പറ്റണം, നമുക്ക് ഒബ്ജക്ടിവിറ്റി ഉണ്ടായിരിക്കും, നിഷ്പക്ഷമായിട്ട് നിൽക്കാൻ പറ്റണം, നമുക്കൊരു പ്രൊഫഷണൽ സിറ്റിസൺ ഉണ്ടാവാൻ സാധിക്കണം. ഇതൊന്നും നമുക്കൊരു ലിമിറ്റേഷൻ തന്നിരിക്കുക, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഒന്നും ചെയ്യാനുള്ള ഓഡിറ്റ് ചെയ്യാനേ പറ്റില്ല, നമുക്ക് എന്താണ് അത് നമ്മുടെ പ്രൊഫഷണൽ ജഡ്ജ്മെന്റിനെ ബാധിക്കും എന്നുണ്ടെങ്കിൽ നമ്മൾ നിയമം അത് അപ്സെറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. അടുത്തതെന്ന് പറയുന്നത് അക്സെപ്റ്റൻസ് ഓഫ് എ ചേഞ്ച് ഇൻ ദ ടേംസ് ഓഫ് ഓഡിറ്റ് എൻഗേജ്മെന്റ്. റിക്വസ്റ്റ് ഫ്രം ദ എൻറ്റിറ്റി ചേഞ്ച് ദ ടേംസ് ഓഫ് ഓഡിറ്റ് എൻഗേജ്മെന്റ് റീസണബിൾ ആയിട്ടുള്ള ജഡ്ജ്മെന്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളിത് വർക്ക് എടുക്കണ മുമ്പുള്ള ടൈമാണ് കേട്ടോ ഓഡിറ്റ് എൻഗേജ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ, അയ്യോ പറ്റൂല, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് വേണ്ട എന്ന് വെച്ച് നമുക്ക് വിടാൻ പറ്റും. മൂന്നാമത്തെ വെച്ചാൽ നമ്മൾ അക്സെപ്റ്റ് ചെയ്തു, പക്ഷെ നമുക്ക് അതിൽ എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് വരുത്തണം എന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണ്? ഒന്ന്, നമുക്ക് റീസണബിൾ ആയ ജഡ്ജ്മെന്റ്സ് ഒക്കെ ആണെങ്കിൽ, നമുക്ക് മാറ്റം വരുത്താൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ആണെങ്കിൽ, റിക്വസ്റ്റ് ഫ്രം എൻറ്റിറ്റി ഫോർ ദ ഓഡിറ്റർ ടു ചേഞ്ച് ദ ടേംസ്. ഇപ്പം കമ്പനിയുടെ ഭാഗത്തിൽ, ഫാമിന്റെ ഭാഗത്തിന് ഓഡിറ്റിന് റിക്വസ്റ്റ് വരികയാണ്, എന്താ ഓഡിറ്റ് എൻഗേജ്മെന്റ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി. അപ്പൊ അത് എപ്പോഴൊക്കെയാണ് നോക്കാം, എപ്പോഴൊക്കെ അത് മാറ്റം വരുത്താൻ. മേ റിക്വസ്റ്റ് ഫ്രം ചേഞ്ച് ഇൻ സർക്കംസ്റ്റാൻസ്, ഓരോ സർക്കംസ്റ്റാൻസ് ചേഞ്ച് ചെയ്യുമ്പോൾ. ഓക്കെ, അതേപോലെ തന്നെ എന്താണ് മിസ്അണ്ടർസ്റ്റാൻഡിങ് ആണ്. ഞാൻ പറഞ്ഞു ആ ഒരു ഫീസ് പറയുമ്പോൾ, ഓഡിറ്റിന്റെ ഫീസ് പറയുമ്പോൾ അത് എന്തിനൊക്കെയാണ്, മൊത്തത്തിലാണോ അല്ലെങ്കിൽ ഫുൾ ചെലവാണോ, അല്ലെങ്കിൽ ജസ്റ്റ് ഓഡിറ്റിംഗ് ഫീസ് മാത്രമാണോ, ബാക്കിയുള്ളതെല്ലാം നമ്മൾ എടുക്കണോ, ഇങ്ങനെയുള്ള മിസ്അണ്ടർസ്റ്റാൻഡിങ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ശരിയാക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യാം, നമുക്കത് ചേഞ്ച് ചെയ്യാം. അതുപോലെ സർക്കംസ്റ്റാൻസിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ നമുക്ക് ചേഞ്ച് ചെയ്യാം. അതേപോലെ എന്തെങ്കിലും റെസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ ആ റെസിസ്റ്റൻസ് ഓഡിറ്റ് എൻഗേജ്മെന്റ് സ്കോപ്പിനെ ബാധിക്കും, അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്കത് ചേഞ്ച് ചെയ്യാം കേട്ടോ. വാട്ട് ഷുഡ് ഓഡിറ്റ് കൺസൾട്ട് ബിഫോർ അഗ്രീയിങ് ടു ചേഞ്ച്? എന്തൊക്കെ കാര്യങ്ങളാണ് നോക്കേണ്ടത് ഓഡിറ്റ് എൻഗേജ്മെന്റ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി? ഓക്കെ, എന്തൊക്കെയാണ് നോക്കേണ്ടത് നോക്കാം. ക്വസ്റ്റ്യൻ നിങ്ങൾ വേറെ നോക്കണം, ക്വസ്റ്റ്യൻ നിങ്ങൾ ഓരോ ടൈറ്റിൽ അതിന്റെ താഴെ പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ ആൻസർ ആയിട്ട് പഠിച്ചാൽ കേട്ടോ. ഒന്നാമത്തെ എന്ന് പറയുന്നത് എന്താണ്, ഡിറ്റർമൈൻ വെദർ ദേർ ഈസ് എ റീസണബിൾ ജസ്റ്റിഫിക്കേഷൻ. അവിടെ ആദ്യമേ നോക്കേണ്ടത് എന്താണ്, അവിടെ ഒരു റീസണബിൾ ജസ്റ്റിഫിക്കേഷൻ ഉണ്ടോ, അങ്ങനെ ചെയ്യേണ്ട ആവശ്യകതയുണ്ടോ, റീസണബിൾ ആണോ എന്ന് നോക്കുക. രണ്ടാമത്തെ എന്ന് പറയുന്നത് ലീഗൽ കൺസേൺ ഇംപ്ലിമെന്റേഷൻ ഓഫ് ചേഞ്ച്, നമുക്ക് ലീഗലിയോ എന്തെങ്കിലും ഇംപ്ലിമെന്റ് ആവശ്യമുണ്ടോ, അത് മാറ്റേണ്ടതായിട്ടുള്ളത്. മൂന്നാമത്തെ ജഡ്ജ്മെന്റ്സ് to change audit engagement to review the related service audit work performs, audit work perform ചെയ്യാൻ വേണ്ടി അല്ലെ, concludes the audit work, concludes that there is a reasonable justification ഉണ്ട് ഓഡിറ്റ് എൻഗേജ് ചെയ്യാൻ, അത് റിവ്യൂ ചെയ്യുക. ടു റിവ്യൂ ആ റിലേറ്റഡ് സർവീസ് റിലേറ്റഡ് ആണെങ്കിൽ, ഓഡിറ്റർ വർക്ക് റിലേറ്റഡ് ആണെങ്കിൽ, പെർഫോം ദ ഡേറ്റ് ഓഫ് ചേഞ്ച് മേ ബി റിവൈൻ ടു ദ ചേഞ്ച് ആൻഡ് അഗ്രിമെന്റ്, ഡേറ്റ് ഒക്കെ ചേഞ്ച് ചെയ്യാൻ നമുക്ക് ചേഞ്ച് ചെയ്യേണ്ട കാര്യമാണ് അല്ലേ. അപ്പൊ റിപ്പോർട്ട് എന്ത് ചെയ്യണം, അപ്രോപ്രിയേറ്റ് റിവൈസിൽ നമ്മൾ റിപ്പോർട്ട് അപ്രോപ്രിയേറ്റ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യണം,
റിവൈസ്ഡ് എൻഗേജ്മെന്റ് ചെയ്യാം. അതുപോലെ തന്നെ വുഡ് നോട്ട് ഇൻക്ലൂഡ് റെഫറൻസ്. എന്തൊക്കെയാണ് റെഫറൻസ് ആയിട്ട് ഇൻക്ലൂഡ് ആവില്ലാത്തത്? ഒറിജിനൽ ഓഡിറ്റ് എൻഗേജ്മെന്റ്, ഒറിജിനൽ ആയിട്ടുള്ള ഓഡിറ്റ് എൻഗേജ്മെന്റ്. അതേപോലെ പ്രൊസീജിയേഴ്സ് in the audit engagement. Audit engagement procedures may have been performed in the original audit activity as well as the auditing is changed to and undertake the agreements. Okay. ഇത്ര കാര്യങ്ങൾ. അടുത്ത 13 പോയിന്റ്. Records available to auditor in situation of no agreement to a change in term of agreement and lack of permission from the manager to convince the original audit engagement. Able to audit in situation no agreements to change the terms of engagement, lack of permission. Permissions auditor is unable to agree to change the terms of auditing. ഓഡിറ്ററിന് പറ്റുന്നില്ല എന്ത് ചെയ്യാൻ, അത് അഗ്രി ചെയ്യാനും ചേഞ്ച് ചെയ്യാനും പറ്റുന്നില്ലെങ്കിൽ എന്താണ്, നമുക്ക് ഒന്നുകിൽ വിഡ്രോ ചെയ്യാം, ഓഡിറ്റ് എൻഗേജ്മെന്റ് നമുക്ക് എന്താ പിൻവലിയാം അല്ലെങ്കിൽ പിന്മാറാം. ഡിറ്റർമൈൻ ഈസ് എനി ഒബ്ലിഗേഷൻ ഓഫ് റിപ്പോർട്ട് ടു അതർ പാർട്ടി. എന്താണ് എനി ഒബ്ലിഗേഷൻസ്, എന്തെങ്കിലും ഒബ്ലിഗേഷൻ ഉണ്ടോ എന്ന് ഡിറ്റർമൈൻ ചെയ്യാം. ഏതാണ് അത് കോൺവെൻഷനിലെയോ അല്ലാതെയോ അതർവൈസ് to report the circumstance other party, other partyക്ക് റിപ്പോർട്ട് ചെയ്യാം. Such a change will be governed as norms and regulations. ഇനി എന്തൊക്കെ ടേംസ് ആണ് എൻഗേജ്മെന്റ് റിക്കറിംഗ് ഓഡിറ്റ്? ഇന്ന് കണ്ടിന്യൂസ് ഓഡിറ്റ് ചെയ്യില്ല, ഈ വർഷം ഞാൻ ചെയ്തു അടുത്ത വർഷം ഞാൻ ചെയ്തു, അങ്ങനെയാണെങ്കിൽ അവിടെ എന്തൊക്കെ ടേംസ് ആണ് വരിക? റിക്കറിംഗ് ഓഡിറ്റ്സ് ആണ് ഓഡിറ്റ് വിച്ച് ഈസ് പെർഫോംഡ് ബൈ ദി ഓഡിറ്റ് ഓവർ ഇയേഴ്സ്. ഓവർ ഇയർ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഓഡിറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ ഒരു ആവശ്യകത അല്ല. ജനറലി നമുക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, പിന്നെ ഒരു ഓഡിറ്റ് എൻഗേജ്മെന്റ് നടത്തേണ്ട ആവശ്യം ഇല്ല. എല്ലാ വർഷവും നമ്മൾ തന്നെയാണ് ചെയ്യണമെങ്കിൽ, ഇപ്പം ഒരു കമ്പനി ഉണ്ട് ABC എന്ന് പറഞ്ഞ കമ്പനി, അവിടെ ഞാൻ തന്നെയാണ് സ്ഥിരമായിട്ട് ഓഡിറ്റ് ചെയ്യണമെന്ന് വിചാരിക്കാം. അപ്പൊ അടുത്ത വർഷം എന്നെ തന്നെ സമീപിച്ച് കഴിഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഞങ്ങൾ തമ്മിൽ പിന്നെ വേറൊരു ഓഡിറ്റ് എൻഗേജ്മെന്റ് നടത്തേണ്ട ആവശ്യമില്ല. കാരണം എന്താണ്, നമ്മൾ തുടർച്ചയായിട്ട് നമ്മൾ ഓഡിറ്റ് ചെയ്യുന്നവരാണ്, നമ്മുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് അറിയാം. അപ്പൊ അങ്ങനെ രീതി പല രീതി തന്നെയാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പം എന്തൊക്കെയാണ് ഫോളോയിങ് ഫാക്ടർ മേ ബി അപ്രോപ്രിയേറ്റ് റിവൈസ് സ്റ്റെപ്സ്. പക്ഷെ ഈ താഴെ പറയുന്ന കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമുക്കത് റിവൈസ് ചെയ്യണം. എന്തൊക്കെ സമയത്താണ് റിവൈസ് ചെയ്യേണ്ടത് നോക്കാം. ഒന്നാമത്തെ വെച്ചാൽ നമ്മുടെ ഒബ്ജക്റ്റീവും സ്കോപ്പും എന്താണ് നമുക്ക് ഓഡിറ്റിന്റെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചില്ല, മിസ്അണ്ടർസ്റ്റാൻഡിങ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഓഡിറ്റ് എൻഗേജ്മെന്റ് നമുക്ക് ചേഞ്ച് ചെയ്യാം. എന്നാൽ രണ്ടാമത്തെ വെച്ചാൽ നമുക്ക് എന്തെങ്കിലും റിവൈസ് ചെയ്യണം അല്ലെങ്കിൽ സെയിം ഒരു സ്പെഷ്യൽ ടേംസ് നടത്തണം നമുക്ക് ഓഡിറ്റ് എൻഗേജ്മെന്റിലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അത് റിവൈസ് ചെയ്യാം. അടുത്ത എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട കാര്യമാണ് ചേഞ്ച് ദി സീനിയർ മാനേജ്മെന്റ് വെച്ചാൽ നമ്മുടെ ക്ലയന്റിന്റെ കമ്പനിയില് മാനേജ്മെന്റ് ലെവലിൽ സീനിയേഴ്സ് എന്താണ് ചേഞ്ച് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് ഓഡിറ്റ് എൻഗേജ്മെന്റ് പുതിയ, കാരണം അവർക്ക് നമ്മൾ അറിയത്തില്ലല്ലോ. സോ നമ്മുടെ എൻഗേജ്മെന്റ് ഓഡിറ്റ് എൻഗേജ്മെന്റ് നടത്താം. അതേപോലെ തന്നെ ഓണർഷിപ്പിൽ എന്തെങ്കിലും വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിലും അവിടെ ചേഞ്ച് ചെയ്യണം. അതുപോലെ തന്നെ ചേഞ്ച് അതിന്റെ നേച്ചർ സൈസിൽ എന്തെങ്കിലും, ഇപ്പം എന്താണ് ഒരു തുണിക്കടയായിരുന്നു, അവര് സ്വർണം കൂടി തുടങ്ങിയെങ്കിൽ അവിടെ വ്യത്യാസം വന്നിട്ടുണ്ട് നേച്ചറിൽ അല്ലെ. അപ്പൊ അവിടെ എന്താണ് പുതിയൊരു ഓഡിറ്റ് എൻഗേജ്മെന്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. അതുപോലെ നമുക്ക് ലീഗൽ നിയമപരമായിട്ടോ അല്ലെങ്കിൽ റെഗുലേറ്ററി സംബന്ധമായിട്ട് റിക്വയർമെന്റ് ഉണ്ടെങ്കിൽ ചേഞ്ച് ചെയ്യണം. അതുപോലെ തന്നെ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഫ്രെയിംവർക്കിന്റെ ചേഞ്ച് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, റിവൈസ്ഡ് ഓഡിറ്റ് എൻഗേജ്മെന്റ് ചെയ്യണം. അതുപോലെ തന്നെ അതർ റിപ്പോർട്ടിംഗ് റിക്വയർമെന്റ്, മറ്റ് റിപ്പോർട്ടിംഗ് റിക്വയർമെന്റിന് വേണ്ടി ആണെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, ഓഡിറ്റ് ചേഞ്ച് ചെയ്യണം. ഓക്കെ, ഇത്ര കാര്യങ്ങൾ കേട്ടോ. ഈ മാർക്ക് ഹൈലൈറ്റ് ചെയ്ത് വെച്ച് മറക്കാതെ ഓർത്തിരിക്കണം കേട്ടോ. അടുത്ത ഓഡിറ്റ് ക്വാളിറ്റിയെ കുറിച്ചാണ്. ഓഡിറ്റ് ക്വാളിറ്റി SQC1. SQC1 എന്താണ്? ക്വാളിറ്റി കൺട്രോൾ ഫോർ ഫാം that person audit and review of historical financial information and other assurance and related service engagement. എല്ലാ കാര്യങ്ങളും ഉണ്ടല്ലേ SQC. Standards of the quality control one for the firm that involves performs involve review involve historical financial information, മറ്റു അഷുറൻസ് ആവാം, അതേപോലെ റിലേറ്റഡ് സർവീസ് എൻഗേജ്മെന്റും ആവാം. ഓക്കെ, ജസ്റ്റ് ഈ ഒരു പാല വായിച്ചു നോക്കുക കേട്ടോ. ഇതിൽ എന്തൊക്കെ എലമെന്റ്സ് ആണ് വരിക, ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്, ഓർത്തിരിക്കും കേട്ടോ.
ക്വാളിറ്റി കൺട്രോളിൽ വരുന്ന എലമെന്റ്സ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഒന്നാമത്തെ നമുക്ക് ലീഡർഷിപ്പ് റെസ്പോൺസിബിലിറ്റി ഉണ്ടാവണം. അതെന്താണ് വിശദമായിട്ട് നമുക്ക് വരും ഭാഗങ്ങളിൽ പഠിക്കാം. ലീഡർഷിപ്പ് റെസ്പോൺസിബിലിറ്റി ഉണ്ടാവണം. രണ്ട് എത്തിക്കൽ റിക്വയർമെന്റ്സ് ഉണ്ടാവണം. ഇത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? എത്തിക്കൽ റിക്വയർമെന്റ് കണ്ടോ? ഇവിടെ എത്തിക്കൽ റിക്വയർമെന്റ്സ് നമ്മൾ പറയുന്നുണ്ട് 11.6. സോ ആ കാര്യങ്ങൾ എന്ത് ചെയ്യാം ആണ് നമുക്കത് വിശദമായി നോക്കാം. ഓക്കെ, അവിടെ നോക്കി പോകുന്നതാണ്. എത്തിക്കൽ റിക്വയർമെന്റ്സ്. രണ്ടാമത്തെ വെച്ചാൽ അക്സെപ്റ്റൻസ് ആൻഡ് കൺവീനിയൻസ് ഓഫ് ക്ലയന്റ് റിലേഷൻഷിപ്പ്. അക്സെപ്റ്റൻസ് കൺവീനിയൻസ് ഓഫ് ക്ലയന്റ് റിലേഷൻഷിപ്പ് ആൻഡ് സ്പെഷ്യൽ എൻഗേജ്മെന്റ്. ഹ്യൂമൻ റിസോഴ്സ്, എൻഗേജ്മെന്റ്, പെർഫോമൻസ് മോണിറ്ററിങ്. ഈ 6 ടേംസ് നമ്മൾ ഓർത്തിരിക്കും. ഈ എലമെന്റ്സ് ആണ് ഉള്ളത്. ഇത് ഓർത്തിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ ഓർക്കാൻ വേണ്ടി എളുപ്പത്തിന് ഒരു ടിപ്പുണ്ട്. ലീൻ ഹെം, ലീൻ ഹെം, ഇങ്ങനെ ഞാൻ ടേം ആയിട്ട് പഠിക്കാം. ലീൻ ഹെം ഇങ്ങനെ പഠിക്കാം. ഇതല്ലെങ്കിൽ എന്താണ് MEH അങ്ങനെയും വായിക്കാം. ഇതാ കുറച്ചുകൂടെ എളുപ്പം. ഓക്കെ, ലീൻ ഹെം. ലീൻ ഹെം എന്ന് വെച്ചാൽ എലമെന്റ് ഓഫ് സിസ്റ്റം ഓഫ് ക്വാളിറ്റി കൺട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അവിടെ ലീൻ ഹെം ആണ് വരുന്നത്. ലീൻ എം. ഓക്കെ, ലീൻ എം. അതെന്ന് വെച്ചാൽ ലീനിന്റെ അറ്റയിൽ എന്താണ്? ലീഡർഷിപ്പ് റെസ്പോൺസിബിലിറ്റി. ലീഡർഷിപ്പിന്റെ റെസ്പോൺസിബിലിറ്റി. ഈ എന്താണ്? എത്തിക്കൽ റിക്വയർമെന്റ്സ്. എന്താണ്? അക്സെപ്റ്റൻസ് ആൻഡ് കൺവീനിയൻസ് ഓഫ് ക്ലയന്റ് റിലേഷൻഷിപ്പ് ആൻഡ് സ്പെസിഫിക് എൻഗേജ്മെന്റ്. H ഹ്യൂമൻ റിസോഴ്സ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻഗേജ്മെന്റ്, പെർഫോമൻസ്. M എന്ന് പറയുന്ന മോണിറ്ററിങ്. ഇത്ര ഓർത്തിരിക്കാൻ ഒരു എളുപ്പമായിട്ട് ഇരിക്കും കേട്ടോ. ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് ഇതേ കാര്യങ്ങൾ വേറെ സ്ഥലത്ത് പഠിക്കാണ്ട് നമുക്ക് അവിടെ പഠിക്കാം. ഓക്കെ, ഇവിടെ തൊട്ട് തുടങ്ങാം. ഇതെന്താണ്? വിത്ത് റിഗാർഡ്സ് ടു ഇന്റഗ്രിറ്റി ഓഫ് ക്ലയന്റ് മാറ്റർ ദ ഫാം കൺസിഡേർഡ്. ഇന്റഗ്രിറ്റിയിൽ വെച്ച് നമ്മൾ എന്താണ് റിഗാർഡ് ചെയ്ത് അതിൽ ഫാം കൺസിഡർ ചെയ്യുന്നത് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. 7 പോയിന്റ്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത് അല്ലെ? 7 പോയിന്റ്. ഒന്നാമത്തെ പോയിന്റ് എന്താ? ഐഡന്റിഫൈ ആൻഡ് ബിസിനസ് റെപ്യൂട്ടേഷൻ ഓഫ് ക്ലയന്റ് പ്രിൻസിപ്പിൾസ്. ക്ലയന്റ് പ്രിൻസിപ്പിൾസിന്റെ എന്താണ്? ഓക്കെ, കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, എന്താണ്? വിത്ത് റിഗാർഡ്സ് ടു ഇന്റഗ്രിറ്റി ഓഫ് ക്ലയന്റ് മാറ്റേഴ്സ് ദാറ്റ് ഫാം കൺസിഡർ ടു ഇൻക്ലൂഡ്. എന്തൊക്കെ കാര്യം? ഒന്നാമത്തെ അതിന്റെ ഐഡന്റിറ്റി, ബിസിനസ് റെപ്യൂട്ടേഷൻസ്. ബിസിനസ് റെപ്യൂട്ടേഷൻ ഉള്ള ആണോ? ഓക്കെ, ബിസിനസ് റെപ്യൂട്ടേഷൻ ഉള്ള ഫാം ആണോ? ഓണേഴ്സിനൊക്കെ റെപ്യൂട്ടേഷൻ ഉണ്ടോ? ബിസിനസ് റെപ്യൂട്ടേഷൻ ആയിട്ട് ഓണേഴ്സിനൊക്കെ, ഈ മാനേജ്മെന്റ്, അതുപോലെ അവരുടെ പാർട്ടീസ്, ദോസ് അധികാരത്തിലുള്ളവർക്ക്. രണ്ടാമത്തെ വെച്ച് കഴിഞ്ഞാൽ ക്ലയന്റ് ഓപ്പറേഷന്റെ രീതികൾ, നേച്ചേഴ്സ് എന്തൊക്കെയാണ്. മൂന്നാമത്തെ വെച്ച് കഴിഞ്ഞാൽ ആറ്റിറ്റ്യൂഡ് ഓഫ് ദ ക്ലയന്റ്. പ്രിൻസിപ്പൽ ഓണറിന്റെ ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണ്? ഓണേഴ്സിന്റെ എന്താണ്? കീ മാനേജ്മെന്റ്, അതുപോലെ ദോസ് ചാർജ് വിത്ത് ഗവേണൻസ്, അധികാരമുള്ള ഇതിന്റെ ടുവേഴ്സ് ആരോട്? ടുവേഴ്സ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ്, ഇന്ത്യൻ കൺട്രോൾ, അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ഇന്ത്യൻ കൺട്രോൾസിനോടുള്ള. അതേപോലെ തന്നെ കറാൻഡ് ഈസ് അഗ്രസീവ് കൺസേർഡ് വിത്ത് ഫാം ഫീസ് ഓഫ് ലോ. നമ്മള് എന്താണ് ഈ ഓർഡറിന്റെ ഇത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഓഡിറ്റിംഗ് ഫീസ് ഉണ്ടല്ലോ, അത് മാക്സിമം കുറച്ച് ചെയ്യാവുന്ന രീതിയിലാണ്. എന്ന് വെച്ചാൽ നല്ല വർക്ക് നോക്കാതെ ഫീസ് എവിടെയാണോ കുറവ് അങ്ങനെയൊക്കെ നോക്കി വന്ന് എടുക്കുന്നവരാണോ അല്ലയോ നോക്കണം. ഫീസ് കുറയ്ക്കാൻ നോക്കുന്നവരാണോ? അതുപോലെ ഇനി നമ്മൾ ഇൻഅപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ലിമിറ്റേഷൻ വെച്ചിട്ടുണ്ടാവും നമ്മുടെ സ്കോപ്പ് ഓഫ് വർക്കില്. അതേപോലെ തന്നെ മണി ലോണ്ടറിങ്
അതേപോലെ അതർ ക്രിമിനൽ ആക്ടിവിറ്റീസ് ഒക്കെ നടത്തുന്നവരാണോ നമ്മുടെ ക്ലയന്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പ്രൊപ്പോസൽ അപ്പോയിന്റ്മെന്റ് ഓഫ് ഫാം ഓർ ആൻഡ് നോ റീഅപ്പോയിന്റ്മെന്റ് ഓഫ് പ്രീവിയസ് ഫാം. നമ്മുടെ മുമ്പുള്ള ഓഡിറ്റ് ഫാം ഉണ്ടല്ലോ, അവരെ മാറ്റി നമ്മളെടുക്കാൻ എന്താണ് കാരണം എന്നൊക്കെ അന്വേഷിക്കണം. ഓക്കെ, ഇത്ര കാര്യത്തിലാണ് നോക്കുന്നത്. നമുക്ക് നോക്കുകയാണെങ്കിൽ എന്താണ് ഇത് ഒന്നാമത്തെ പോയിന്റ്, ഇത് രണ്ടാമത്തെ പോയിന്റ്, മൂന്നാമത്തെ പോയിന്റ്, നാലാമത്തെ പോയിന്റ്, അഞ്ചാമത്തെ പോയിന്റ്, ആറാമത്തെ പോയിന്റ്, ഏഴാമത്തെ പോയിന്റ്. ഒന്നാമത്തെ പോയിന്റ് കേട്ടോ. ഒന്നാമത്തെ പോയിന്റ് എന്താ പറയണ്ടേ, ബിസിനസ് റെപ്യൂട്ടേഷൻ ഒക്കെ ഉള്ളവരാണ് എന്താ പ്രിൻസിപ്പൽ ഓണേഴ്സിന്. അതേപോലെ തന്നെ കീ മാനേജ്മെന്റിന്, റിലേറ്റീവ് പാർട്ടീസിന്, ദോസ് ചാർജ് വിത്ത് ഗവൺമെന്റ്, അവരുടെ ബിസിനസ് റെപ്യൂട്ടേഷൻസ് എന്തൊക്കെയാണ് നോക്കുക. അതേപോലെ തന്നെ ക്ലയന്റ് ഓപ്പറേഷന്റെ നേച്ചർ എന്താണ് നോക്കുക. അടുത്ത ആറ്റിറ്റ്യൂഡ് നോക്കുക, എങ്ങോട്ട് ഓണേഴ്സിനൊക്കെ എങ്ങോട്ട് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിന്, അതുപോലെ ഇന്റേണൽ കൺട്രോൾസിനോടുള്ള. അതേപോലെ തന്നെ ക്ലയന്റ് അഗ്രീസ് ദ ഓഡിറ്റ് ഫാമിന്റെ ഫീസ് കുറയ്ക്കാൻ വേണ്ടി ലോ ആണോ നോക്കിയാണ് ക്ലയന്റ് ആഗ്രഹം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നല്ല ഓഡിറ്റ് ആണ് നോക്കേണ്ടത് നോക്കുക. അതുപോലെ തന്നെ നമ്മുടെ വർക്കിന്, സ്കോപ്പ് ഓഫ് വർക്കിന് എന്തെങ്കിലും ലിമിറ്റേഷൻ, അപ്രോപ്രിയേറ്റ് ആയിട്ട് ലിമിറ്റേഷൻ വെച്ചിട്ടുണ്ടോ. അതുപോലെ ക്ലയന്റ് മണി ലോണ്ടറിങ്, അതുപോലെ ക്രിമിനൽ ആക്ടിവിറ്റി ഒക്കെ ചെയ്യുന്നവരാണോ. നമ്മുടെ മുമ്പിലത്തെ ഫാമിനെ മാറ്റിയിട്ട് നമ്മൾ എടുക്കാനുള്ള കാരണം എന്താണ് ഒക്കെ അന്വേഷിക്കുന്നത്. അതായത് മുമ്പിലത്തെ ഫാമിനെ മാറ്റാനുള്ള കാരണം എന്താണ്. അടുത്തിനി നമുക്ക് എന്താണ് ഒരു 3 പേജും കൂടി എന്താണ് നമുക്ക് പഠിക്കാനുള്ളൂ കേട്ടോ. അടുത്ത കോൺഫിഡന്റ് ഓഫ് ഇൻട്രസ്റ്റിന് കോൺഫിഡന്റ് വന്നു. എന്തൊക്കെ ബിഫോർ അപ്സെറ്റ് എൻഗേജ്മെന്റ് അപ്സെറ്റ് ചെയ്യുന്ന മുമ്പായിട്ട്. അങ്ങനെയാണെങ്കിൽ ഫാം obtain information that would be എന്താണ് കോസിൽ ഡിലേ ഇൻ ദ എൻഗേജ്മെന്റ്. ഒരു ക്വസ്റ്റ്യൻ ഒക്കെ എടുക്കാം. അതേപോലെ തന്നെ പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ടു കൺവിൻസ് എൻഗേജ്മെന്റ്. അതുപോലെ തന്നെ ആൻഡ് ക്ലയൻസ് റിലേഷൻ ഷുഡ് ബി കൺസൾട്ട് ഓഫ്. എന്തൊക്കെ കാര്യങ്ങളാണ് കൺസൾട്ട് ചെയ്യേണ്ടത് ഒരു ഇൻട്രസ്റ്റ് കോൺഫിഡൻസ് ആയി കഴിഞ്ഞാൽ. നമുക്ക് നോക്കണ്ട പ്രൊഫഷണൽ ലീഗൽ റെസ്പോൺസിബിലിറ്റി നോക്കണം. ഓക്കെ, പ്രൊഫഷണൽ ലീഗൽ റിപ്പോർട്ടിൽ പേഴ്സൺ ഹു മേഡ് ദ അപ്പോയിന്റ്മെന്റ്, നമ്മൾ അപ്പോയിന്റ് ചെയ്യുന്നതിന്റെ പ്രൊഫഷണൽ ലീഗൽ റെസ്പോൺസിബിലിറ്റി എന്താണെന്ന് നോക്കുക. രണ്ടെന്ന് പറയുന്നത് പോസിബിലിറ്റി ഓഫ് വിഡ്രോയിങ്, അത് വിഡ്രോ ചെയ്യാനുള്ള ചാൻസ് ഉണ്ടോ. എന്താ എൻഗേജ്മെന്റ് ഓർ ഫ്രം ബോത്ത് ഓഫ് ദ എൻഗേജ്മെന്റ് ക്ലയന്റ് റിലേഷൻഷിപ്പിൽ നിന്നും ഓഡിറ്റ് എൻഗേജ്മെന്റിൽ നിന്നും വിഡ്രോ ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ടോ. ഇത്ര കാര്യങ്ങൾ നോക്കിയിട്ട് വേണം നോക്കാം കേട്ടോ. അടുത്ത ഹ്യൂമൻ റിസോഴ്സ് എന്താണ്, അതെന്താണ് നമുക്ക് എന്താ ഇവിടെയോ. ഓക്കെ, HR എന്തൊക്കെയായിരിക്കും റിക്വയർമെന്റ്സ്, കോമ്പൻസേഷൻ, ട്രെയിനിങ്സ്, ഡെവലപ്മെന്റ്, പ്രൊഫഷണൽ ഇവാലുവേഷൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ. വാട്ട് ഈസ് ടു ബി കൺസിഡർഡ് ഫോർ എൻഗേജ്മെന്റ് പെർഫോമൻസ്. എൻഗേജ്മെന്റ് പെർഫോമൻസ് എന്തൊക്കെ മാറ്റേഴ്സ് ആണ് കൺസിഡർ ചെയ്യുന്നത് എന്നാണ് നോക്കുന്നത് കേട്ടോ. അതോടെ നമുക്ക് നോക്കാം. ബ്രീഫ്ലി ഓഫ് എൻഗേജ്മെന്റ് ടേംസ്. എൻഗേജ്മെന്റ് ടീംസിന് CA പ്രിൻസിപ്പൽസ്, അതേപോലെ തന്നെ ആർട്ടിക്കിള് സ്റ്റാഫ്സ് ഒക്കെ അല്ലെ. അപ്പം അവരുടെ എൻഗേജ് ടീം, നമ്മൾ ഓഡിറ്റ് ചെയ്യാൻ വന്ന അവരുടെ എൻഗേജ് ടീം ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ചെയ്യുക. എന്താണ് ഒബ്ജക്റ്റീവ്, എന്താണ് ഒബ്ജക്റ്റീവ് എന്താണ്, പ്രോസസ് എന്താണ്, അതേപോലെ തന്നെ അവരുടെ കൺസൾട്ടേഷൻ എങ്ങനെയാണ്, ഡിഫിക്കൽറ്റി എങ്ങനെയാണ്, മാറ്റേഴ്സ് കൺസൾട്ടേഷൻ ഇൻക്ലൂഡ് ചെയ്യുന്ന എന്തൊക്കെ കാര്യങ്ങളാണ്, വിത്ത് ഓർ വിത്തൗട്ട് ഫാം ആണ്, ഫാമിന്റെ ഉള്ളിലും പുറത്തുള്ള കാര്യങ്ങളാണ്, സ്പെഷ്യൽ എക്സ്പെക്ടേഷൻസ് എന്തിലാണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഡിഫിക്കൽട്ട് ആൻഡ് കണ്ടിന്യൂസ് മാറ്റേഴ്സ് നമ്മൾ എന്ത് ചെയ്യണം, കൺസൾട്ടേഷൻ എടുക്കണം. ഇപ്പൊ നമുക്ക് ഒരു ഫാമിൽ ഓഡിറ്റ് വന്നു. ആ ഓഡിറ്റ് വന്നപ്പോൾ നമുക്ക് ആ ഫാമിന്റെ അകത്ത് മെഷീൻസിനെ കുറിച്ച് ഒരു ധാരണയില്ല. അപ്പൊ നല്ലൊരു മെക്കാനിക്കൽ മെഷീൻ പ്രിപ്പയർ ചെയ്യുന്ന ഒരാളെ നമുക്ക് പരിചയമുണ്ട്, വേറൊരാള് പുറത്തുനിന്ന് നമുക്ക് ഒന്നെങ്കിൽ ഫാമിന്റെ ഉള്ളിൽ തന്നെയുള്ള ഓപ്പറേറ്റർ ആയിട്ട് നമുക്ക് സംസാരിക്കാം മെഷീനെ കുറിച്ച്, അതല്ലെങ്കിൽ എന്നാ പുറത്തുള്ള ആളോട് വേണമെങ്കിൽ ഡിസ്കസ് ചെയ്യാം. അങ്ങനെ കൺസൾട്ടേഷൻ ആവശ്യം വന്നാൽ ഉറപ്പായിട്ടും എക്സ്പെർട്ടൈസ് ആയിട്ടുള്ള ആളുടെ കയ്യിൽ നിന്ന് കൺസൾട്ടേഷൻ എടുക്കണം. ഓക്കെ,
അടുത്തതെന്ന് പറയുന്നത് എന്താണ്? സിഗ്നിഫിക്കന്റ് ജഡ്ജ്മെന്റ് നടത്തുക. സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ജഡ്ജ്മെന്റ് ആയിരിക്കണം. ഇത് റിവ്യൂ ചെയ്യണം. അതെന്താണ്? എൻഗേജ്മെന്റ് കാൾച്ചർ കൺട്രോൾ റിവ്യൂവർ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അത് റിവൈഡ് ചെയ്യണം. ഡിഫറൻസ് ഒപ്പീനിയൻ വന്നു വിചാരിക്കാം. ഡിഫറെന്റ് ആയിട്ടുള്ള ഒപ്പീനിയൻസ് വന്നു. ഡിഫറെന്റ് ഒപ്പീനിയൻ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക? അത് കൺസൾട്ട് ചെയ്യുക. ഇത് എൻഗേജ്മെന്റ് പാർട്ണറുമായിട്ട് അല്ലെങ്കിൽ എൻഗേജ്മെന്റ് കാൾച്ചർ കൺട്രോൾ റിവ്യൂവറുമായിട്ട് എന്ത് ചെയ്യുക? നമ്മളെ കൺസൾട്ട് ചെയ്യുക. അടുത്തെന്താണ്? എന്തൊക്കെ പോളിസിയും പ്രൊസീജിയേഴ്സും ആണ് ഉള്ളത്? മെയിൻ കോൺഫിഡൻഷ്യലിറ്റി. നമ്മൾ എന്താണ് രഹസ്യമായിട്ട് വെക്കുക. കോൺഫിഡന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞ പോലെ സീക്രട്ട് അങ്ങനെയുള്ള ഇൻഗ്രീഡിയൻസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കോൺഫിഡൻറ്റ് രഹസ്യ സ്വഭാവമുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? പരസ്യമാക്കാൻ പാടില്ല. സേഫ് ഗാർഡ് ദ കസ്റ്റഡി ആൻഡ് ഇന്റഗ്രിറ്റി. സേഫ് കസ്റ്റഡി വയ്ക്കുക. ഇന്റഗ്രിറ്റി എന്ന് വെച്ചാൽ സത്യസന്ധരായിട്ടിരിക്കുക. ആസിബിലിറ്റി ആൻഡ് റിട്ടേൺ എൻഗേജ്മെന്റ് ഡോക്യുമെന്റേഷൻ. ഓക്കെ, അടുത്ത മോണിറ്ററിങ് നമുക്ക് അടുത്ത ഭാഗത്ത് പഠിക്കാം. ഇനി SA-220 എന്ന് വെച്ച് കഴിയുമ്പോൾ എന്താ? ഓഡിറ്റ് ഫാമിനെ കുറിച്ച് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത് അല്ലെ? മറ്റേ SQC1 എല്ലാം വരുമായിരുന്നു. പക്ഷെ ഇതിവിടെ എന്താണ്? ഓഡിറ്റ് ഫാമിനെ കുറിച്ച് മാത്രമേ വരുള്ളൂ കേട്ടോ. ഇവിടെ നോക്കിയാൽ നമ്മൾ പറഞ്ഞു മോഡ്യൂൾസ് ഇൻ ലൈൻ ഓഫ് SQC1 തന്നെയാണ്. അവിടെ നമ്മൾ പറഞ്ഞ സെയിം കാര്യമാണ്. എന്ത്? ലീഡർഷിപ്പ് റെസ്പോൺസിബിലിറ്റി, റിവാൻഡ് ആൻഡ് എത്തിക്കൽ റിക്വയർമെന്റ്സ്, ആസ്പെക്ടൻസ് ഓഫ് കൺവീനൻസ്, എൻഗേജ്മെന്റ് ടീം, അതുപോലെ എൻഗേജ്മെന്റ് പെർഫോമൻസ്, മോണിറ്ററിങ്. ഓക്കെ, മോണിറ്ററിങ്. എന്താണ് ലീഡർഷിപ്പ് റെസ്പോൺസിബിലിറ്റി ഫോർ ക്വാളിറ്റി ഓൺ ദ ഓഡിറ്റ്? നമുക്ക് എന്തൊക്കെയാണ് എന്റെ ലീഡർഷിപ്പ് ക്വാളിറ്റി എന്ന് നോക്കാം. നമ്മൾ പറഞ്ഞു നമുക്ക് അടുത്ത ഭാഗത്ത് പഠിക്കാണ്. സോ നമുക്ക് ഇവിടെ നോക്കാം. ഓക്കെ, എന്താണ് ഒന്നാമത്തെ ഇമ്പോർട്ടൻസ് ഓഫ് ഓഡിറ്റ് ക്വാളിറ്റി? ഓഡിറ്റ് ക്വാളിറ്റിയുടെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ്? ഒന്നാമത്തെ എന്ന് പറയുന്നത് പ്രൊഫഷണൽ സ്റ്റാൻഡേർഡ്സ് ആൻഡ് റെഗുലേറ്ററി ഓഫ് റിക്വയർമെന്റ്. നമ്മൾ എന്ത് ചെയ്യണം? കമ്പൈൻ ചെയ്ത് പ്രൊഫഷണൽ സ്റ്റാൻഡേർഡ്സും അതേപോലെ റെഗുലേറ്ററിയും അതേപോലെ ലീഗൽ റിക്വയർമെന്റ്സും കമ്പൈൻ ചെയ്തിരിക്കണം, കംപ്ലൈ ചെയ്തേക്കണം. അതേപോലെ തന്നെ ഫാം ക്വാളിറ്റി കൺട്രോൾ പോളിസി ഉണ്ടായിരിക്കണം അല്ലെ? ആ ഒരു ഫാം ക്വാളിറ്റി കൺട്രോൾ പോളിസി പ്രൊസീജിയർ പ്രകാരമായിരിക്കണം അത് കംപ്ലൈ ചെയ്യുന്നത്. അതേപോലെ ഓഡിറ്റ് റിപ്പോർട്ട് ആർ അപ്രോപ്രിയേറ്റ് സർക്കംസ്റ്റാൻസ് ഇഷ്യൂയിങ് ഓഡിറ്റ് റിപ്പോർട്ട് ഇഷ്യൂ ചെയ്യണം. അത് അപ്രോപ്രിയേറ്റ് ആയിരിക്കണം. ഓക്കെ, അടുത്ത റേസ് കൺസേൺ. എന്തെങ്കിലും ഡൗട്ട് സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് റേസ് ചെയ്യണം. അതൊരു പേടിക്കാനും പാടില്ല. വിത്തൗട്ട് ഫിയർ ഓഫ് റെസ്പിറേഷൻ ചെയ്യാതെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? അപ്പൊ ഓഡിറ്റ് റിപ്പോർട്ടൊക്കെ അപ്രോപ്രിയേറ്റ് ഇഷ്യൂ ചെയ്യണം. അതുപോലെ സംശയങ്ങൾ ഉണ്ടെങ്കിൽ റേസ് ചെയ്യണം. അതേപോലെ തന്നെ പ്രൊഫഷണൽ സ്റ്റാൻഡേർഡ്സ് റെഗുലേറ്ററി ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്യണം. അതുപോലെ കമ്പനി എന്തായിരിക്കണം? ഫേം ക്വാളിറ്റി കൺട്രോൾ പോളിസി പ്രൊസീജിയർ ആയിട്ട് ആപ്ലിക്കബിൾ ആയിട്ടുള്ള കാര്യമായിട്ട് കംപ്ലൈ ചെയ്യണം. അതുപോലെ റിവൈൻഡ് എത്തിക്കൽ റിക്വയർമെന്റ്. എന്തൊക്കെയാണ് റിവൈൻഡ് ആയിട്ട് എത്തിക്കൽ റിക്വയർമെന്റ്സ് എന്ന് നോക്കാം. നമ്മൾ പറഞ്ഞ എത്തിക്കൽ റിക്വയർമെന്റ് 11.6 നമ്മൾ കുറച്ച് പഠിച്ചു. അതുകൂടാതെ ഐഡന്റിഫൈ എന്ത് ചെയ്യണം? എന്തെങ്കിലുമൊക്കെ ത്രെഡ്സ് ഉണ്ടോ, നമ്മുടെ സ്വാതന്ത്ര്യം നഷ്ടമാവുന്ന എന്തെങ്കിലും ത്രെഡ്സ് ഒക്കെ ഉണ്ടോ എന്ന് ഐഡന്റിഫൈ ചെയ്യുക. അതെന്ത് ചെയ്യുക? സേഫ് ഗാർഡ് മേ നോട്ട് ബി ആപ്ലിക്കബിൾ ടു എലിമിനേറ്റ് ഓർ ഡിസ്ട്രോയ് ദ അപ്സെറ്റ്. സേഫ് ഗാർഡ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? മേ നോട്ട് ബി അപ്സെറ്റ് ടു ഏബിൾ ടു എലിമിനേറ്റ്. നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്നില്ല, നമുക്ക് അപ്സെറ്റ് ചെയ്യാനുള്ള ചാൻസ്. നമ്മൾ റിപ്പോർട്ട് ചെയ്യുക. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക? റിപ്പോർട്ട് ചെയ്യുക. ആർക്കാണോ ആ ഫാമിലുള്ള അറിയിക്കേണ്ടത് ആ ഫാമിലുള്ള അറിയിക്കേണ്ട ആളെ തന്നെ നമ്മൾ അറിയിക്കുക. അതല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? ആ ഒരു എൻഗേജ്മെന്റിൽ നിന്ന് പിന്മാറുക. ഓക്കെ, ലീഗലി പെർമനന്റ് ആയിട്ടുള്ള രീതിയിൽ. അതുപോലെ അടുത്ത അബ്സെന്റൻസ് ആൻഡ് കണ്ടൻസ് ലീഡർഷിപ്പ് ആൻഡ് ഓഡിറ്റിംഗ്. എന്തൊക്കെ മാറ്റേഴ്സ് ആണ് കൺസിഡർ ചെയ്യുന്നത്? എന്താ അത് അക്സെപ്റ്റ് ചെയ്യാൻ കണ്ടിന്യൂസ് ചെയ്ത് പോവാനായിട്ടും. ഓക്കെ, ഇടയ്ക്ക് എനിക്ക് ഒന്ന് ചെക്കാൻ ക്യാമറ ഒന്ന് മാറ്റിയായിരുന്നു. ആസ്പെക്ടൻസ് ആൻഡ് കണ്ടൻസ് ഓഫ് ക്ലയന്റ് റിലേഷൻഷിപ്പ്. എന്തൊക്കെ കാര്യങ്ങളാണ്? ഒന്നാമത് നമ്മൾ പറഞ്ഞത് എന്ത്? ഇന്റഗ്രേറ്റ് ഉള്ളതായിരിക്കാം പ്രിൻസിപ്പൽസ് ഓണേഴ്സിന്. അതേപോലെ തന്നെ കോമ്പിറ്റൻസ്. ആദ്യമേ എന്താ? പ്രിൻസിപ്പൽ ഓണർ എന്താണ്? ഇന്റഗ്രേറ്റ് സത്യസന്ധമായിട്ടുള്ള ആളാണോ? രണ്ടാമത് നമ്മുടെ ടീമിന് ആ വർക്ക് ഏറ്റെടുത്ത് നടത്താനുള്ള കേപ്പബിൾ ഉണ്ടോ, കഴിവുണ്ടോ, പ്രാപ്തി ഉണ്ടോ എന്ന് നോക്കണം. അതുപോലെ തന്നെ നമുക്ക് എന്തൊക്കെ എത്തിക്കൽ ആയിട്ട് റിക്വയർമെന്റ്സ് ആണ് ആവശ്യമായിട്ടുള്ളത്, എന്തൊക്കെ സിഗ്നിഫിക്കന്റ് മാറ്റേഴ്സ് ആണ് എന്താ
ആ ഒരു കറണ്ട് അല്ലെങ്കിൽ പ്രീവിയസ് ഓഡിറ്റ് എൻഗേജ്മെന്റിന് വേണ്ടി വേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കുക. അടുത്ത എൻഗേജ്മെന്റ് പെർഫോമൻസ്. എൻഗേജ്മെന്റ് പെർഫോമൻസിന്റെ അകത്ത് നമുക്ക് പ്രധാനമായിട്ട് നോക്കാനുള്ള എന്താണ്? എൻഗേജ്മെന്റ് പാർട്ണേഴ്സ് ഹാസ് എ റെസ്പോൺസിബിലിറ്റി. എൻഗേജ് പാർട്ണറിന് എന്തൊക്കെ റെസ്പോൺസിബിലിറ്റി ആണ് അല്ലേ? എന്തൊക്കെ? ഫോർ ഡയറക്ഷണൽ, സൂപ്പർവൈസർ, പെർഫോമൻസ് ഓഫ് ഓഡിറ്റ് എൻഗേജ്മെന്റിന് വേണ്ടിയുള്ളത്. അതേപോലെ തന്നെ പ്രൊഫഷണൽ സ്റ്റാൻഡേർഡ്സ് ആൻഡ് റെഗുലേറ്ററി ഓഫ് ലീഗൽ റിക്വയർമെന്റ്സ് നോക്കുക. അതേപോലെ തന്നെ ഓഡിറ്റ് റിപ്പോർട്ട് എന്ത് ചെയ്യുക? റിവ്യൂ ചെയ്യുക, അപ്രോപ്രിയേറ്റ് ചെയ്യുക. അപ്രോപ്രിയേറ്റ് ആയിട്ട് സർക്കംസ്റ്റാൻസ് എന്നിട്ട് അത് റിവ്യൂ ഓഡിറ്റ് ഡോക്യുമെന്റേഷൻ. എന്തിനു മുമ്പ്? ബിഫോർ ഇഷ്യൂയിങ് ദ ഓഡിറ്റ് റിപ്പോർട്ട് ചെയ്യുന്ന മുമ്പ് തന്നെ റിവ്യൂ ചെയ്യണം. അതിന്റെ റെസ്പോൺസിബിലിറ്റി. ഓക്കെ. ഓഡിറ്റ് എവിഡൻസ് എന്താണ്? സപ്പോർട്ട് ആൻഡ് കൺക്ലൂഷൻ ആയിരിക്കണം ഓഡിറ്റ് എവിഡൻസ് എന്ന് പറയുന്നത്. എന്തെങ്കിലുമൊക്കെ ഓഡിറ്റ് എവിഡൻസ് എടുത്ത് വെക്കല്ലേ, നമുക്ക് കൊടുത്തേക്കുന്ന ഓഡിറ്റ് റിപ്പോർട്ടിന് അനുയോജ്യമായ റിപ്പോർട്ട്സ് ആയിരിക്കണം. രണ്ടാമത്തെ എന്താണ്? If any of all which the farm have determined the engagement quality control review requirement, the engaging partner shall എന്തൊക്കെയാണ് നോക്കാം. Determine the engagement quality control review. Determine ചെയ്യുക. ആരെ? Engagement quality control review appoint has been appointed. Appoint ആയോ? Significant matters എന്താണ്? Arise during the audit engagement സമയത്ത് arise ആവുന്ന significant matters ഡിസ്കസ് ചെയ്യുക. Not dated audit report until the completion. നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? ഓഡിറ്റ് റിപ്പോർട്ട് ഡേറ്റ് ചെയ്യാൻ പാടില്ല. ഇതിന്റെ മുമ്പ് നമ്മളുടെ എൻഗേജ്മെന്റ് ക്വാളിറ്റി കൺട്രോൾ റിവ്യൂ ചെയ്യുന്ന മുമ്പായിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? ഓഡിറ്റ് റിപ്പോർട്ട് ഡേറ്റ് ചെയ്യാൻ പാടുള്ളതല്ല. അതാണ് എൻഗേജ്മെന്റ് പെർഫോമൻസ് എന്ന് പറയുന്നത്. അടുത്ത നമ്മുടെ ലാസ്റ്റ് ടോപ്പിക്കാണ് മോണിറ്ററിങ്. മോണിറ്ററിങ് കൂടെ വായിച്ചു കഴിഞ്ഞാൽ അവിടെ ചാപ്റ്റർ കഴിഞ്ഞു. പിന്നെ കേസ് സ്റ്റഡീസ് തന്നെ വായിക്കാവുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾ തന്നെ വർക്കൗട്ട് ചെയ്ത് നോക്കും കേട്ടോ. മോണിറ്ററിങ്ങിന്റെ അകത്ത് നമുക്ക് നോക്കാനുള്ളത് എന്താ? ഇഷ്യൂ അല്ലെ? എൻഗേജ് പാനൽ ഷുഡ് ഡോക്യുമെന്റ്. എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് ഫോളോയിങ് മാറ്റേഴ്സ് ഓഡിറ്റ് എൻഗേജ്മെന്റ്? ഇപ്പൊ ഇഷ്യൂ കംപ്ലൈൻസ് വിത്ത് എത്തിക്കൽ റിക്വയർമെന്റ്സ്. കംപ്ലൈന്റ് ചെയ്യുന്ന എന്തെങ്കിലും വിത്തായിരിക്കണം. എത്തിക്കൽ റിക്വയർമെന്റ്സ് ആയിരിക്കണം. അതെങ്ങനെ റിസോൾവ് ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ ഉണ്ടായിരിക്കണം. അടുത്ത കംപ്ലൈൻസ് ഇൻഡിപെൻഡൻസ് റിക്വയർമെന്റ് ആയിരിക്കണം. കംപ്ലൈൻസ് എന്തായിരിക്കണം? ഇൻഡിപെൻഡൻസ് റിക്വയർമെന്റ് ദാറ്റ് അപ്ലൈ ടു ഓഡിറ്റ് എൻഗേജ്മെന്റ് ആൻഡ് ഡിസ്കഷൻ വിത്ത് ദ ഫാം ദാറ്റ് സപ്പോർട്ട് ദ കൺക്ലൂഷൻസ്. അടുത്ത കൺക്ലൂഷൻ എന്ന് പറയുന്നത് എന്താണ്? കൺക്ലൂഷൻ എന്ന് പറയുന്നത് ആസ്പെക്ട് ആയിരിക്കണം അല്ലെ? ആസ്പെക്റ്റഡ് എന്തായിരിക്കണം? ആൻഡ് കണ്ടിന്യൂസ് ഓഫ് ക്ലയന്റ് റിലേഷൻഷിപ്പ് ഓഫ് ഓഡിറ്റ് എൻഗേജ്മെന്റ്. നമ്മൾ കൺക്ലൂഷൻ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ആസ്പെക്ടൻസ് ആൻഡ് കണ്ടിന്യൂസ് ഓഫ് ക്ലയന്റ് റിലേഷൻഷിപ്പ് ആൻഡ് ഓഡിറ്റ് എൻഗേജ്മെന്റ്. അടുത്ത നേച്ചർ സ്കോപ്പ് ഓഫ് ആൻഡ് കൺക്ലൂഷൻസ് റിസൾട്ടിംഗ് ഫ്രം ദ കൺസൾട്ടേഷൻ ഡ്യൂറിംഗ് ദ കോഴ്സ് ഓഫ് ഓഡിറ്റ് എൻഗേജ്മെന്റ്. കൺസൾട്ടേഷൻ അണ്ടർടേക്ക് ചെയ്യുന്ന സമയത്ത് ഓഡിറ്റ് എൻഗേജ്മെന്റ് സമയത്ത് അതിന്റെ നേച്ചറും സ്കോപ്പും കൺക്ലൂഷൻസും ആയിരിക്കണം മോണിറ്ററിങ് ചെയ്യാൻ കേട്ടോ. അപ്പൊ ആദ്യത്തെ ഇത് രണ്ടെന്ന് വെച്ചാൽ എത്തിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളും ഇതെന്ന് പറയുന്നതാണ് എൻഗേജ്മെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ് കേട്ടോ. ഇത്രയാണ് പൊതുവെ എന്താണ് പറഞ്ഞത്? എന്താണ് എത്തിക്സ് ആയിട്ട് വരുന്ന എത്തിക്സ് അല്ലെ? എത്തിക്സിനകത്ത് നമുക്ക് പഠിക്കാനുള്ളത് എത്തിക്സ് ആൻഡ് ടേംസ് ഓഫ് ഓഡിറ്റ് എൻഗേജ്മെന്റ് എന്ന 11ാമത്തെ ചാപ്റ്റർ പഠിക്കാനുള്ളത്. നമുക്ക് ഒരു റിവിഷൻ പോലെ ആയതുകൊണ്ട് നമ്മൾ സ്പീഡ് വായിച്ചുകൊണ്ടൊക്കെയാണ് ചെയ്തത്. നമുക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ഒക്കെ ചെയ്യാം. അപ്പം കമന്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യാം? നിങ്ങൾക്ക് ആ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാൻ പറ്റുന്ന വേറൊരാൾ കാണുമ്പോൾ എന്ത് ചെയ്യാം? അതിന്റെ ഡൗട്ട് താഴെ ക്ലിയർ ചെയ്ത് കൊടുക്കുക. നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ടൈമുള്ള സമയത്ത് നമ്മളും അത് ക്ലിയർ ആയിട്ട് ഡെഫിനേഷൻ നൽകാം കേട്ടോ. ഓക്കെ. അപ്പം നമ്മൾ എന്താണ് CA ഇന്ററിന്റെ ക്ലാസ് ആണ് മെയിൻലി ഫോക്കസ് ചെയ്യുന്നത്. CA ഇന്റർ അതിൻ്റെ അകത്ത് വരും. ഓക്കെ. ചിലതൊക്കെ കോമൺ ടോപ്പിക് ആയിട്ട് വരും. അങ്ങനെ വരുമ്പോൾ നമ്മൾ അപ്പം CA ഇന്റർ കാര്യമൊക്കെ എന്ത് ചെയ്യുക? സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. നമ്മൾ സെക്കൻഡ് ഗ്രൂപ്പിന്റെ വീഡിയോ ഫുൾ ആയിട്ട് തന്നെ ഇടണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഈ സെപ്റ്റംബർ 2024 മുമ്പായിട്ട് തന്നെ. അപ്പൊ നിങ്ങളുടെ സെപ്റ്റംബർ 24ന്റെ എക്സാമിനേഷനുള്ള പ്രിപ്പറേഷൻ ഒക്കെ ആവും. അതുകൊണ്ട് കേട്ടോ. അപ്പം ഡെയിലി ചിലപ്പോൾ വീഡിയോ പറ്റിയില്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ വീഡിയോസ് തീർക്കണം എന്ന് വിചാരിക്കും. ഇപ്പം 20 ദിവസം കൊണ്ട് നമ്മളുടെ ചിലപ്പോൾ എല്ലാ ടോപ്പിക്കും നമുക്ക് തീർക്കാൻ പറ്റില്ല. പക്ഷെ അത് കഴിഞ്ഞിട്ടാലും ആ ടോപ്പിക്സ് ഫുൾ ഇട്ട് തീർക്കണം എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ ലൈക്കും ഷെയറും അതുപോലെ തന്നെ സപ്പോർട്ട് കമന്റ്സ് ഒക്കെ കണ്ടിട്ട് നമുക്ക് ഫുള്ള് ഇടണോ വേണ്ടോ എന്നൊക്കെ നോക്കാം. നോക്കിയിട്ട് പ്രത്യേകിച്ച് ഇന്ററിന്റെ ക്ലാസ് എന്തില്ല ഫുള്ളായിട്ട് യൂട്യൂബിൽ അങ്ങനെ ഇടാറില്ല ആരും.
മൊത്തത്തിലില്ല എന്നാണ് കണ്ടിട്ടുള്ളത്. മലയാളത്തിൽ അങ്ങനെ ഇല്ല എന്നാണ് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ടാണ് നമുക്ക് എളുപ്പം നമ്മൾ ഇൻസ്റ്റാൾ എന്ന് പറയുമ്പോൾ എന്താണ് കൂടുതലും സ്റ്റുഡൻസിന് ഭയങ്കരമായിട്ട് ടേക്ക് കെയർ ചെയ്യുന്ന ആൾക്ക് നമുക്കറിയാം. CA ഫൗണ്ടേഷന്റെ സമയത്ത് ഇപ്പൊ ഇന്റർ പഠിക്കുന്നവർക്കറിയാം, CA ഫൗണ്ടേഷൻ സമയത്ത് BCR തീർന്ന സമയത്ത് തീരാൻ പോകുന്ന ലാസ്റ്റ് എക്സാമിന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, BCR രജിസ്ട്രേഷൻ ഫുള്ള് കംപ്ലീറ്റ് ഫ്രീ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ CA ഫൗണ്ടേഷന്റെ കോഴ്സ് ആയാലും CMA ഫൗണ്ടേഷന്റെ കോഴ്സ് ആയാലും നമ്മൾ ഫീസ് വളരെ കുറച്ച് തന്നെയാണ് എന്ത് ചെയ്യുന്നത് കുറക്കുന്നത്. മാക്സിമം പ്രോഫിറ്റ് കുറച്ച് തന്നെയാണ് കൊടുക്കുന്നത്. കോസ്റ്റ് ഒന്ന് ഓവർകം ചെയ്യാവുന്ന രീതിയിൽ മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യാൻ കോഴ്സുകൾ സെല് ചെയ്യുന്നത്. അപ്പം ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ കുടിക്കുള്ള CF ഇന്റർമീഡിയറ്റ് സെപ്റ്റംബർ 2024 ബാച്ച് ഡിസംബർ ജനുവരി 2025 ബാച്ച്. കാരണം ഈ സബ്ജക്റ്റുകളൊന്നും വലിയ കാര്യത്തിൽ മാറ്റങ്ങളൊന്നും വരില്ല. ചെറിയ മാറ്റങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നതാണ് അപ്ഡേറ്റ് ചെയ്യും കേട്ടോ. ഓക്കെ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.